ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നണമേ. സത്യമാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും ത്യാഗമാണു ദൈവമെന്നും തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നണമേ. Good morning, everyone. This is great pleasure to welcome you all on this occasion, White Coat Ceremony. White coat is not just a uniform; it's symbol responsibility and compassion, serving humanity. Today, our students wear their white coat to start their healthcare journey filled with learning and dedication. Let's celebrate the proud moment together and wish our future healthcare professionals success in their journey ahead. Now, let's start our section. I would like to invite Dr. Anwar Shakib, Principal, Rayhan College of Optometry and Healthcare, to deliver welcome address. A very warm good morning to all. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, അതുപോലെ തന്നെ വൈറ്റ് കോട്ട് സെറമണിക്ക് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ ഒരു ദിവസം ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഒരു സാധാരണ ദിവസമാകാൻ പാടില്ല. ഈ ഒരു ചടങ്ങ് ഒരു സാധാരണ ചടങ്ങുമാകാൻ പാടില്ല. കാരണം ജീവിതത്തിലെ ഒരു പുതിയ ഉത്തരവാദിത്തത്തിലേക്കുള്ള ഒരു പ്രവേശനമായിട്ട് മാറണം. അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ കിടക്കുകയാണ്. ഒരു സാധാരണ ഒരു ആപ്രണായിട്ടോ ഒരു യൂണിഫോമായിട്ടോ നിങ്ങൾ മനസ്സിൽ പോലും കരുതാൻ പാടില്ല. കാരണം ഇതിലൊരുപാട് ആളുകളുടെ വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ 2025 ബാച്ചാണ്. അതിൽ കുറേ ആളുകൾ ഒരു സേവനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടൊരു പക്ഷേ ഈ ഒരു വൈറ്റ് കോട്ടിന് എടുക്കുന്നുണ്ടാവും. ഒരുപാട് രോഗികളുടെ പ്രതീക്ഷകളായിരിക്കും ഈ പറയുന്ന ഈ വൈറ്റ് കോട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു സാധാരണ ഒരു ആളിൽ നിന്ന്, ഒരു പേഴ്സണിൽ നിന്നും ഒരു പ്രൊഫഷനിലേക്കുള്ള ഒരു യാത്രയായിട്ട് നിങ്ങൾ പറയണം. നമ്മൾ ഇതിന് ടാഗ്ലൈൻ തന്നെ കൊടുത്തത് ഫ്രം ക്ലാസ് റൂം ടു കരിയർ എന്നുള്ളതാണ്. ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഒരു കരിയറിലേക്കുള്ള, ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ഒരു പ്രൊഫഷണലായിട്ടുള്ള ലൈഫിലേക്കുള്ള ഒരു മാറ്റമാണ്. ആ മാറ്റത്തിൽ നിങ്ങളുടെ വാക്കുകൾ മാറണം, നിങ്ങൾ സംസാരിക്കുന്ന രീതികൾ, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി, സമയബോധങ്ങൾ, ഇതിലെല്ലാം ഈ ഒരു ആപ്രൺ നമ്മൾ ധരിക്കുന്നതോട് കൂടിയിട്ട് മാറ്റങ്ങൾ വരണം. ഇതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം പങ്ക്ച്വാലിറ്റിയും പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ എന്താണ്, ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് സംഗതികളാണ്. ഒരു നല്ല വ്യക്തിക്ക് മാത്രമേ നല്ലൊരു പ്രൊഫഷണൽ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഒരു പ്രൊഫഷണലിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഗുണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഡിസിപ്ലിൻ ഉണ്ടാവും. സാധാരണ നമ്മൾ 2 മിനിറ്റ് അല്ലേ ലേറ്റ് ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ഈ സംഗതികൾ ഒരു പ്രൊഫഷണൽ ലൈഫിൽ വരാൻ പാടില്ല. അപ്പോൾ അതിലെന്ത് വേണം? ഡിസിപ്ലിൻ എന്നുള്ളത്. നല്ല എമ്പതി വേണം, നന്നായിട്ട് സംസാരിക്കാൻ അറിയണം. സംസാരത്തിന് ഭാഷകളൊന്നും പ്രശ്നമില്ല.
പക്ഷേ നന്നായിട്ട് എന്ത് ചെയ്യണം, സംസാരിക്കാൻ എമ്പതിയോട് കൂടിയിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റുന്ന ആളുകളായിട്ട് നമ്മൾ പറയണം. ഇതൊക്കെ ഇതിൻ്റെ ഓരോ പാഠങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ ഒരു കോളേജിൽ നിന്നും നിങ്ങളൊരു ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സംഗതി കൂടെ ഇതിലുണ്ട്. ഇനി പോസ്റ്റിങ്ങുകൾ, കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് എല്ലാം, ഔട്ട് സ്റ്റേഷൻ ആക്ടിവിറ്റീസ് എല്ലാം ഇതിൻ്റെ കൂടെ വരും. അപ്പം നിങ്ങൾ കോളേജ് ക്ലാസ് റൂമുകളിൽ നിന്നും ഒരു ആശുപത്രിയിലേക്കുള്ള ഒരു യാത്ര ഇതിൽ വരുന്നുണ്ട്. സാധാരണ പുസ്തകത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കോളേജിൽ നിന്ന് പഠിക്കുന്നുണ്ടാവുക. എന്നാൽ ആശുപത്രിയിൽ നിന്ന് പഠിക്കുന്നത് എന്തായിരിക്കും, ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരുപാട് ജീവിതങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകളായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു ആശുപത്രിയിൽ പോയിട്ട് പഠിക്കുന്നുണ്ടാവുക. അതായത് തിയറിറ്റിക്കൽ ലൈഫിൽ നിന്ന് ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നിങ്ങൾ മാറാണ്. ഇവിടെ നിങ്ങൾ പുസ്തകങ്ങളിൽ പഠിക്കുന്ന സാധനങ്ങൾ അത് പ്രാക്ടിക്കലി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടാവുക ഒരു ആശുപത്രിയിലേക്കായിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടാവുക. അതിൽ ഓരോ പോസ്റ്റിങ്ങും ഈ ഒരു ഫ്യൂച്ചർ കരിയറിൻ്റെ ഓരോ റിഹേഴ്സലായിട്ട് മാറണം. നാളെ നിങ്ങളൊരു പ്രൊഫഷണലായിട്ട്, ഒരു ഒപ്റ്റോമെട്രിസ്റ്റായിട്ട്, ഒരു OT ടെക്നോളജിസ്റ്റായിട്ട്, ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് മാറുന്ന സമയത്ത് ഇതതിലേക്കുള്ള റിഹേഴ്സലാണ്. അവിടെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. ഇത് പ്രൊഫഷണലായിട്ട് മാറിക്കഴിഞ്ഞാൽ, ഒരു ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കാനുള്ള അവസരങ്ങളില്ല. ഈ പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും അതിൻ്റെ റിഹേഴ്സലും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ഒരു അവസരത്തിലാണ്. ഒരു സ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കുന്ന നിങ്ങൾ ഈ ജുമീല മിസ് വരുന്നുണ്ട്, അതേപോലെ നിങ്ങളുടെ ഓരോ ലാബിലെ ടീച്ചേഴ്സ് വരുന്നുണ്ട്. നിങ്ങളവിടെ പ്രാക്ടിക്കലി പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ന്യൂട്രലൈസേഷൻ ആവട്ടെ, ലാബിൽ നിങ്ങൾ ഫ്ലിബോട്ടമി ആവട്ടെ, OT ടെക്നോളജിസ്റ്റുകൾ അവരെ പോസ്റ്റിങ്ങിൽ എടുക്കുന്ന കാര്യങ്ങളാവട്ടെ, ഇതൊക്കെ എന്താണ്, ഓരോ സ്കില്ലുകളാണ്. ഓരോ സ്കില്ലുകളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രീതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും എന്ത് ചെയ്യണം, ഓരോ പുതിയ ദിവസങ്ങളായിട്ട് മാറണം. അത് പുതിയ പ്രതീക്ഷകളും, അതായത് ഓരോ പുതിയ പ്രഭാതങ്ങളും പുതിയ പ്രതീക്ഷകളാകണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു വൈറ്റ് കോട്ട് സെറമണിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റണം. കോളേജ് ലൈഫിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതൊരു എൻജോയ്മെൻറ്റ് ലൈഫാണ് അല്ലേ. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് തന്നെയാണ് എല്ലാവരും പറയാറുള്ളത്. ഇവിടെ നിങ്ങൾ വിങ്ങി നിറഞ്ഞ് നിൽക്കാൻ പാടില്ല. കോളേജ് ലൈഫ് എന്ത് ചെയ്യാനുള്ളതാണ്, എൻജോയ് ചെയ്യണം. പക്ഷേ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ പ്രൊഫഷൻ തന്നെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ സഹോദരങ്ങളിൽ, നിങ്ങളുടെ ജ്യേഷ്ഠന്മാരെ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. നമ്മൾ ലിറ്ററസിയിലൊക്കെ 100% അവകാശം ഉന്നയിക്കുന്ന ആളാണ് നമ്മൾ. പക്ഷേ കേരളത്തിലൊക്കെയുള്ള അമിതമായ കോളേജ് പൊളിറ്റിക്സിൽ ആളുകൾ ഇറങ്ങിയിട്ട് അവർക്കൊരു പ്രൊഫഷണൽ ലൈഫില്ല. അവർ നാളെ ഒരു പക്ഷേ റോഡിൽ ജാഥ പിടിക്കാനും കൊടി പിടിക്കാനും അവരുടെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് അടിപിടിക്കാനൊക്കെ മുന്നിലുണ്ടാവും. പക്ഷേ കോളേജ് ലൈഫിൽ നിന്ന് ഇതൊന്നുമല്ലല്ലോ നമുക്ക് കിട്ടേണ്ടത്. ഇതൊക്കെ ഒരു പാട്ട്. നമുക്കെന്ത് ചെയ്യണം, പൊളിറ്റിക്സ് ഉണ്ടാവണം, നമുക്കൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാവണം. പക്ഷേ അത് കാരണം നമ്മുടെ പ്രൊഫഷൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൊഫഷൻ നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം അത് ചെയ്യേണ്ടത് എന്നർത്ഥം. കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ചൊക്കെ എന്താണ്, ഒരു ജീവിതത്തിലെ വളരെ മനോഹരമായ ഘട്ടങ്ങളാണ്. ഇന്നലെ നിങ്ങളുടെ ഫൈനൽ ഇയേഴ്സിൻ്റെ ഒരു ചെറിയ ചടങ്ങ് മേലെ വെച്ചിട്ടുണ്ടായിരുന്നു, സീനിയർ സ്റ്റുഡൻസിൻ്റെ ഒരു ചെറിയ ഫെയർവെൽ. അപ്പോൾ അവരുടെ ഈ കോളേജ് ലൈഫിലെ 3 വർഷത്തെ കുറേ മൊമെൻറ്റ്സ് ചെറിയ ഫോട്ടോസ് ആക്കിയിട്ട് അവർ നിങ്ങളുടെ മേലെ സെമിനാർ ഹാളിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. അതായത് ആ ഓരോ മൊമെൻറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഓർത്തെടുക്കുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ ഫസ്റ്റ് സെമസ്റ്ററിൽ വന്നത് തൊട്ട് 6ാമത്തെ സെമസ്റ്ററിലുള്ള ഈ കാര്യങ്ങൾ വരെയുള്ള ഓരോ ഘട്ടങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓർത്തെടുക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ഒരാളുടെ ജീവിതത്തിലെ മനോഹരമായ ഘട്ടങ്ങളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കൂടിയിരിക്കുന്നതിൽ എല്ലാം പെൺകുട്ടികളെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ആൺകുട്ടികളെ ഞാൻ കാണുന്നില്ല ഇവിടുന്ന് കാണുന്ന സമയത്ത്. ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് എന്താണ്, ജീവിതത്തിലെ കുറേ ലക്ഷ്യങ്ങളുണ്ടാവും. ഈ ജീവിത ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബജീവിതമൊക്കെ നയിക്കുന്ന സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല മൊമെൻറ്റ്സുകൾ ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കും. വേറെ നമുക്ക് ഉണ്ടായിക്കൊള്ളുമെന്നില്ലേ, കോളേജ് ലൈഫിൽ നമ്മൾ ഫ്രണ്ട്സിനോട് കൂടിയിട്ട് നടന്നതും കാര്യങ്ങളും അത് ഇവിടെ എൻജോയ് ചെയ്ത ആ ഒരു മൊമെൻറ്റ്സും, നമുക്ക് വീട്ടിൽ കിട്ടിയ റെസ്ട്രിക്ഷനൊക്കെ മാറി നമുക്ക് കിട്ടിയ ഒരു ഫ്രീഡം അത് എൻജോയ് ചെയ്തൊക്കെ ആയിരിക്കണം. പക്ഷേ ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന സമയത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മറന്നു പോകാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് അവർ പിന്നോക്കം നിൽക്കാറുണ്ട്. ഇന്നലെയും മിനിയാന്നൊക്കെ 2-3 കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തത് എന്താണ്, ഒരാൾ, ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളെപ്പോലെ ഈ ഫസ്റ്റ് ഇയർ ബാച്ചിൽ നിന്നാണ് സംഭവിക്കുക. ഒരു സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറേയൊക്കെ എന്ത് ചെയ്യും, ആളുകൾ ലൈഫിൽ എന്താ എന്നുള്ളത് കുറച്ചുകൂടെ സീരിയസ് ആവും. ഇപ്പം ഇന്നലെ ഒരു രക്ഷിതാവ് നമുക്ക് റിപ്പോർട്ട് ചെയ്തത് അവർ ഒരു അഫെയറിൽ പെട്ടുപോയതാണ്. ഫസ്റ്റ് ഇയർ, എനിക്ക് 10ാം ക്ലാസ്സിലൊക്കെ ബുദ്ധിയില്ലാത്ത സമയത്ത്
ചെയ്തു പോയ അഫെയറുകളായിരിക്കും. പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല. ആ അഫെയറിൽ പെട്ടു, അതൊരു ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഈ കുട്ടിയെ കൊണ്ട് സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അവൾക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ തുടർന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ ലൈഫിൽ അവർ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? അവിടെ എന്തെടുത്തിട്ടാണ് നമുക്ക് പറയാനുണ്ടാവുക? ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ജീവിതം കളയേ? അതല്ലെങ്കിൽ ആ ഒരാൾക്ക് അതിനനുസരിച്ചുള്ള ഗഡ്സോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഒരു പേഴ്സണാലിറ്റിയോ ഉണ്ടാവണം. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താണ്, നമ്മൾ നമ്മുടെ പ്രൊഫഷനും നമ്മുടെ കോളേജ് ലൈഫും എല്ലാം ഒഴിവാക്കി ഇങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വാശി പിടിക്കുക എന്നുള്ളത് ആ നിസ്സഹായരായിട്ടുള്ള രക്ഷിതാക്കളെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കാരണം അവർക്കൊന്നും ചെയ്യാനില്ല. അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ് അവർ ചോദിക്കുന്നത്. ഒന്നും ചെയ്യാനില്ല. ഒരു കൗൺസിലിംഗ് സെഷനിലുള്ള ആൾ എന്തായാലും നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആശംസിക്കുക അതിൽ. അപ്പോൾ നിങ്ങൾ കോളേജിനെ സംബന്ധിച്ച് എന്താണ്, ഈ ക്യാമ്പസ് ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് അത് കരിയർ കളയുന്ന രീതിയിലുള്ളൊരു സംഭവം ആകാൻ പാടില്ല. ഇന്ന് നിങ്ങൾ ഈ ഒരു വൈറ്റ് കോട്ട് ധരിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കോട്ട് ഒരു വിയറിംഗ് സെറമണിയാണ് ഇത് വരുന്നത്. നാളെ ഈ വൈറ്റ് കോട്ട് ധരിക്കുക എന്നുള്ളത് സമൂഹം നിങ്ങളിൽ ഒരു വിശ്വാസം ധരിക്കുന്നതിന് തുല്യമാണത്. നിങ്ങളിവിടെ വൈറ്റ് കോട്ടാണ് ധരിക്കുന്നതെങ്കിൽ സമൂഹം നിങ്ങളെ വിശ്വാസം ധരിക്കുന്നതിന് തുല്യമായിട്ടുള്ള സംഗതിയാണ്. ആ വിശ്വാസം ചെയ്യാൻ പാടില്ല, നിങ്ങൾ കളയാനും പാടില്ല. ഈ വൈറ്റ് കോട്ടിൻ്റെ ഒരു കളറോ അതല്ലെങ്കിൽ അതിൻ്റെ ക്ലോത്തോ അതിൻ്റെ കോസ്റ്റോ എന്നല്ല. ആ വൈറ്റ് കോട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എന്താ, ഒരു പ്രൊഫഷനിലേക്ക് വരിക എന്നുള്ള സംഗതികൾ മാത്രമാണ്. റൈഹാൻ കോളേജ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്കൊരു ഡിഗ്രി തരിക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഹ്യൂമാനിറ്റിയുള്ള ഒരു പ്രൊഫഷണലാക്കി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമ്പസ് എൻജോയ് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊഫഷനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. എൻ്റെ ഇന്നത്തെ ഉത്തരവാദിത്വം നിങ്ങൾക്കും അതേപോലെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ MD-യും CEO-യും കൂടെ ആയിട്ടുള്ള ഡോക്ടർ സലാഹുദ്ദീൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം നമ്മുടെ ഈ ഫംഗ്ഷനിൽ എത്തിച്ചേരും. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ഈ ക്യാമ്പസ്, നിങ്ങൾ ക്യാമ്പസിൻ്റെ ഫ്രണ്ട് സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. PV അബ്ദുൽ ഖാദർ സാറിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ഈ ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സലാഹുദ്ദീൻ സാറിൻ്റെ സ്റ്റോറിയിൽ പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്, കാരണം ഒരു കണ്ണ് ഡോക്ടറായിട്ടാണ് അദ്ദേഹം മാറിയിരുന്നത്. പക്ഷേ കണ്ണ് ഡോക്ടർ ആവുന്ന സമയത്തും പലരും അദ്ദേഹത്തെ എന്ത് ചെയ്തിരുന്നു, അതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ഒരു കണ്ണ് ഡോക്ടർ ആകുന്നതിൽ നിന്നും അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്തായിരുന്നു? സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കാത്ത ഒരു വിഭാഗമായിരുന്നു ഈ പറയുന്ന കണ്ണ് ഡോക്ടർമാർ. ബാക്കി എല്ലാ ഡോക്ടർമാർക്കും എന്തുണ്ടാവും, സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം എന്തായിരുന്നു? ഈ സ്റ്റെത്തായിരുന്നു. സ്റ്റെത്തില്ലാത്ത ഡോക്ടർമാരെ സമൂഹം അംഗീകരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ, അപ്പോൾ അതിനേക്കാൾ നല്ല വേറെ ഏതെങ്കിലും പ്രൊഫഷൻ എടുത്താൽ പോരെ എന്നൊക്കെ അഡ്വൈസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ പ്രൊഫഷണലി ഒരുപാട് ഉയരങ്ങളിലെത്തിയ ആളാണ് നമ്മുടെ ചെയർമാൻ. അദ്ദേഹം ഏകദേശം 12ഓളം ബ്രാഞ്ചുകളായി നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ബ്രാഞ്ചുകൾ, ഇന്ത്യയിൽ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. ഇന്ത്യക്കപ്പുറത്തേക്ക് നമുക്ക് UAE-യിൽ ദുബൈയിലും ഷാർജയിലേക്കും എത്താൻ പറ്റി. നമ്മുടെ പുതിയ 2 ബ്രാഞ്ചുകൾ ടാൻസാനിയയിലും മൊസാംബിക്കിലും മെയ് മാസത്തോട് കൂടിയിട്ട്, ആഫ്രിക്കൻ കൺട്രീസാണ്, മെയ് മാസത്തോട് കൂടിയിട്ട് ഈ മൊസാംബിക്കിലും ടാൻസാനിയയിലും അതൊരു UAE ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റായിട്ട് അത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിനെ വലുതാക്കിയതും നമ്മളാണ്. ഈ വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണം കിട്ടുന്നതും നമുക്ക് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ഫെലിസിറ്റേഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള, നിങ്ങൾക്ക് കരിയറിൽ ആശംസകൾ നൽകാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഒപ്റ്റോമെട്രിയിൽ നിന്നും പ്രൊഫസർ ജമീമ S. ഹ്യൂബർട്ടാണ്. മാഡത്തിനെ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ, നിങ്ങൾ സൂപ്പർ സീനിയേഴ്സിനും ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല പരിചിതമായിട്ടുള്ള മുഖമായിരിക്കും. ഡോക്ടർ അഗർവാൾസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 100ഓളം ആശുപത്രികൾ, ഐ ഹോസ്പിറ്റൽസ് ഉള്ള ഇന്ത്യയിലൊരു വലിയ ഒരു ഗ്രൂപ്പാണ് ഡോക്ടർ അഗർവാൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റോമെട്രിയിൽ മാസ്റ്റർ ചെയ്ത് അതുപോലെ തന്നെ ലോവിഷനിലൊക്കെ ഫെലോഷിപ്പ് ചെയ്തിട്ട് നിലവിൽ ഡോക്ടർ അഗർവാൾ ഗ്രൂപ്പിൽ പ്രൊഫസറായിട്ടും ഇൻറ്റേൺഷിപ്പ് ഹെഡായിട്ടും ഉള്ളത് പ്രൊഫസർ ജമീമ മാഡമാണ്. എല്ലാ കോളേജിൽ നിന്നും
ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ആളുകളെ സെലക്ട് ചെയ്യാറുള്ളത് നമ്മുടെ ബ്രാഞ്ചുകളിൽ നിന്ന് ഏകദേശം 60ഓളം സ്റ്റുഡൻസ് 60 സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഏകദേശം 60 സ്റ്റുഡൻസ് 26-ൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ അഗർവാൾ ഗ്രൂപ്പ്സിലാണ്. പല പല സ്ഥലങ്ങളിലായാലും കേരളത്തിനുള്ളിൽ തന്നെ അവർക്ക് ഏകദേശം 6ഓളം 7ഓളം ബ്രാഞ്ചുകൾ കേരളത്തിനുള്ളിലുണ്ട്. ഇന്ത്യ ഒട്ടുക്കും അവർക്ക് എന്തുണ്ട്, ബ്രാഞ്ചുകളുണ്ട്. ഒപ്റ്റോമെട്രിയിൽ ഒരുപാട് വലിയ അവസരങ്ങളാണ് ഡോക്ടർ അഗർവാൾ ഗ്രൂപ്പ് നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. കാരണം ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം 12,000-ഉം 20,000-ഉം 8,000 ഒക്കെ ഇൻറ്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡ് ഓഫർ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഡോക്ടർ അഗർവാൾ. ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ തൊട്ട് ഇങ്ങനെ താഴെ കേരളം വരെ അവർക്ക് ആശുപത്രികളുണ്ട്. ജമ്മു കാശ്മീരിലൊക്കെ അവർ ഓഫർ ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡ് ഏകദേശം 12,000 16,000 റേഞ്ചിലൊക്കെയാണ് ഇൻറ്റേൺഷിപ്പ് ടൈമിൽ സ്റ്റൈപ്പൻഡായിട്ട് വരും. അപ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റുകൾക്ക് വലിയൊരു കരിയർ ഗ്രോത്തിനുള്ള അവരുടെ പ്രൊഫഷണൽ ഡിഗ്നിറ്റിയൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ഒരു കരിയർ ഗ്രോത്തിന് അവസരം തരുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഡോക്ടർ അഗർവാൾ. ആ ഡോക്ടർ അഗർവാളിനെ ലീഡ് ചെയ്യുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റാണ് ഡോക്ടർ പ്രൊഫസർ ജമീമ എസ് ഹ്യൂബർട്ട്. അവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ബാക്കിലിരിക്കുന്ന 2 വിശിഷ്ട വ്യക്തികൾ, അവർ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റുകളാണ്. കേരളത്തിൽ ഒരു മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റിന് കിട്ടാനുള്ള ഏറ്റവും വലിയ പോസ്റ്റിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള 2 ആളുകളാണ് നിങ്ങൾക്ക് ബാക്കിലിരിക്കുന്ന. ഒന്ന് PV ഹസൻ സാറാണ്, അതുപോലെ തന്നെ ബാലകൃഷ്ണൻ സാറ്. ലാബ് ടെക്നോളജി പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്. അപ്പോൾ ലാബ് ടെക്നോളജിസ്റ്റുകൾ ഏത് പ്രൊഫഷനാണെങ്കിലും ഏറ്റവും ഹൈയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ ഞാൻ പറഞ്ഞതുപോലെ കേരള സർക്കാർ ഒരു ലാബ് ടെക്നീഷ്യന് ഏറ്റവും ഉന്നതമായിട്ടുള്ള പോസ്റ്റ് ഏതാണോ ആ ഉന്നതമായ പോസ്റ്റിൽ നിന്നും, അതായത് സയൻറ്റിഫിക് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള 2 ആളുകളാണ് ബാലകൃഷ്ണൻ സാറും അതേപോലെ ഹസൻ സാറും. അവർ 2 പേരുടെയും പ്രത്യേകത എന്താണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോളേജ് ലൈഫിൽ ഒരുമിച്ച് എല്ലാം എൻജോയ് ചെയ്തല്ലേ, ഒരേ രീതിയിൽ ഒരേ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇന്നലെ നമ്മുടെ അശ്വതി മിസ്സിനെ കുറിച്ചിട്ടും ലാവണ്യ മിസ്സിനെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾ പറഞ്ഞു. അവർ ഒരേ സമയത്ത് പഠിച്ച് ഒരേ സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ഒരേ സ്ഥലത്ത് ജോലി ചെയ്ത് വരുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് ബന്ധം നിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾ. അതുപോലെ വർഷങ്ങളുടെ പരിചയവും സൗഹൃദവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഈ പറയുന്നത് ബാലകൃഷ്ണൻ സാറും ഹസൻ സാറും. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കോളേജ് വിദ്യാഭ്യാസം തൊട്ട് ജോലിയിലും ബാക്കിയുള്ള ഏരിയകളിലൊക്കെ ഒരേ രീതിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഹസൻ സാറെയാണ് വിളിക്കുന്നതെങ്കിൽ ഹസൻ സാറ് പറയും ബാലകൃഷ്ണൻ സാറോടെ വിളിക്കണമെന്ന് പറയും. ബാലകൃഷ്ണൻ സാറാണ് വിളിക്കുന്നതെങ്കിൽ ബാലകൃഷ്ണൻ സാർ പറയും ഹസൻ സാറെ കൂടെ എന്ത് ചെയ്യണോ അതിലേക്ക് വിളിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരേ രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അവരെ ഈ ലാബ് ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വേദിയിൽ കിട്ടിയിട്ടുണ്ട്. ഇവർ 2 പേരെയും കോളേജ് മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിങ്ങളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരും സ്റ്റേജിലിരിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റേജിൻ്റെ മുന്നിലിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാതെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം പറയുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന് ഈ ഒരു വൈറ്റ് കോട്ട് സെറമണിയിൽ പങ്കെടുക്കാനില്ല ഈ വിദ്യാർത്ഥികളെയും. കാരണം നമുക്കത് വളരെ ടൈറ്റ് ഷെഡ്യൂളായിട്ടാണ് പോകുന്നത്. ഇന്ന് രാവിലെ ഇത്, നാളെ കോൺവൊക്കേഷൻ, മറ്റന്നാൾ ഇതേ സംഗതി തൃപ്രയാർ ബ്രാഞ്ചിൽ റിപ്പീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡേ ഇവിടെ കോളേജിൻ്റെ ഇതേ സംഗതി മൺഡേ കൊണ്ടോട്ടിയിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂളിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാറുണ്ട്. ഈ പ്രോഗ്രാം അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you, sir, for your valuable points. Then I would like to invite Ms. Jemima S. Hubert, Professor at Dr. Agarwal's institution, to deliver the felicitations. Good morning, everyone. So I would like an interactive session. So can I hear from you also? Good morning. You all didn't have breakfast? Okay, fine. So this is a very special day for you, right? So you have joined a very important medical profession, whether it's a MLT course or a OT technician or optometrist. So it is a very responsible course. And after this, you are going to become a responsible optometrist or lab technician or OT technologist or whatever it is. So each one carries a sense of responsibility. So this
This ceremony is very important. Many colleges don't conduct this ceremony. So I would like to thank the management for conducting such a ceremony because it instills the responsibility, the sense of responsibility. Otherwise, you just come and take it as a flow, right? There are many courses available. There are a lot of arts courses available. Arts course, 1 year, what you learned, you can forget. Next year, you need not even remember. But this is not like that. Whatever you learn today, or whatever you have learned this far and whatever you're going to learn, so how long should it stay with you? Can you tell me? How long? 1 year, 2 years, 5 years? Yes. What's your name? I can't hear you. Jubaira? Joanna. Okay, yeah. So you have to learn it and you need to remember it lifelong. Okay, so whatever you learn is so important because whatever you learn, whatever you observe, whatever you absorb, whatever you understand, that you are going to impart it to your patients, right? So you should be like, have you observed small children, babies? What do they do? When you give something, some toy, maybe a 6 months or to 1 year, around that age, if you give some toy, what do? First, they will try to put it in their mouth. So they want to taste and feel what it is. Then they will try to, what will they do? Check if it makes any sound. So they learn with their hearing ability, they see it with their eyes, they taste and see, and then they'll drop and see whether what happens to it, okay? So it is a natural way of learning for small babies. And if you see, they will always be wanting to learn something. And even as they grow, have you heard small children? They'll ask why for everything. We just accept whatever they say. The teacher says something, the doctor says something, okay, we listen. But small children are not like that. Don't go out. Why we should not go out? It's hot. Why we should not go out if it's hot? Have you heard such children? They will keep questioning. So you also, like those small children, you need to keep questioning, keep asking doubts. This 4 years, this is the time of 2 years or whatever, this is the time where you can ask any question you want. Ask the silliest doubts. There are people there to teach you. But once you finish this, then you are there out in the world. Whatever you have learned all these years, you are going to apply, right? So always be inquisitive. I'd like to tell you something that happened. There was one senior doctor, and he had a lot of students around him. They were posted with him to learn things. So he gave a step to his students, and he told them, you please listen to the heartbeat and tell me whether you are able to listen to the heartbeat, all right? So all the students took the step, placed it on the patient, and they said, yes, sir, we can hear the heartbeat, we can hear the heartbeat. Out of nearly 30 students, only 2 students, they told, no, sir, we are not able to hear anything. He said, are you sure? Check again. They still said, no, sir, we are not able to hear anything. And he said, these 2 students are the real, sincere, true students. You know why? He had blocked the stethoscope. So, what about the other 28 students? They couldn't hear anything, but what did they say? What did they say? Yes, sir, we can hear. Okay, but what is the use? Those 2 students were bold enough to tell that they couldn't hear anything. So, even when you will be posted in various departments and everything, right? So, wherever you go, be bold to question. Make sure you learn. Okay, if you're not able to understand something in the class or in the clinics, be bold to ask. Nothing wrong in asking, right? But at the end of the session, you should know, you should be sure and thorough of whatever has been taught. So every day take a decision that you will learn something new, all right? And after this, what are you going to become? I would like to ask the optometrist. So after this, what would you like to become? What do you want to do? You want to work where? Have you thought that in the mind? Anyone? Where are the optometry students? Can you lift up your hands? So as I said, I want it to be an interactive session. I wish I had a cordless mic where I can walk up and down and ask you all questions, more questions. Yes, who are the optometrists? Lift up your hands.
Come on. Okay, fine, all right. So after this, what are you going to do? Higher studies? Do you know the options, what all are available? Yes, either you can do higher studies, or if you're going to work, you can work in an optical shop, you can set up your own eye clinic, you can work in a hospital, right? And then you have lot of role models here, the wonderful faculty, professors who are teaching you. So how many want to become like them? You want to teach? And then you can enter research, you can do your own research, you can join there are a lot of multinational companies available, right? So optical chains, you can join them. So there are so many opportunities. But what I want you to do is think that you are going to have your own eye clinic, okay? If you have your own eye clinic, any patient who comes to you, you should know based on their symptoms itself, based on case history itself, 80% of the diagnosis would have been made, right? Thank you, sir. So 80% of diagnosis can be made only by the case history. And then afterwards, you should ask the right questions. Then you get 5 or 10% more. And then you do all the tests. So when you learn right from now itself, everything that you learn is important, right? All the signs, symptoms, the questions that you need to ask, the tests that you need to do, so that you can come to the correct diagnosis. So you should know whom to refer, you should know when to do a test, when not to do a test, when to dilate, when not to dilate. So many things are there. So you are all just beginning, but I want you to tell that everything that you learn is very important, all right? And it's not just mugging up and vomiting. Maybe in 10th, 12th people do it, but here it doesn't work. You're all the medical professional. So whatever you learn, you should be able to reason it out, okay? So if this person comes with this problem, then this could be the reasons, this could be the test to be done. Based on the test done, this could be the diagnosis, or if not, we need to do this. So many, you should run like a flow chart, a mind mapping, something that you need to do. So right when you learn itself, you need to learn like that, all right? So what I would like to leave with you is be inquisitive, be curious, and every day make it a point that you will learn something new. Because what did I say? Whatever you learn now, you should remember for life. You cannot forget anything, right? So every day learn something new, okay? Make it a point, at least one new thing I need to learn per day. And whether it's your retinoscope, have you started doing retinoscope? Yes or no? Not yet. Okay, so retinoscope is something important. Just like how a stethoscope is so important, in the same way retinoscope is so important. So your teacher might ask you to do 10 patients, but you go home and try to do it on your parents, everyone. So I heard one optometrist saying he even did retinoscope on his dog because he wanted to practice, he wanted to see what the reflex is. So whatever tests, even small tests anyone teaches you, make sure you do it on how many ever patients possible, and be thorough in everything. It's a lifelong journey, but give importance to everything, okay? Don't be disinterested. Only if you show interest, you can learn. And I have seen some people who are not doing very well in their theory, but then in their 4th year, when they started seeing patients, they excelled even those who did not score well. But then they used to come and say, ma'am, when in those 3 years, I did not study, ma'am, now I am struggling. Now I wish I could have studied well, okay? And I'm sure all of you also, when you come to your 4th year, you will regret. Some of you will regret. Oh, if only I had studied those 3 years properly. So let that regret not be there for any one of you. Start learning from every day is important. Learn well, absorb, ask questions, clear your doubts then and there. Practice, so that you will be a best optometrist. So I wish you all the best, and may you have a wonderful, great future ahead in whatever you do, and may you excel in everything. Thank you. Thank you, ma'am, for your valuable points.
I would like to invite Dr. T.K. Salahuddin, MD, CEO, Rehan Group of Institutions to deliver inaugural address. Thank you so much. Good morning, all. Respected Principal Anwar Shakib, Junior Scientific Officer Mr. Balashnan, again the senior most lab technician and Junior Scientific Officer Hassan sir, our guest of honor of the day, Professor Jemima S. Hubert, Vice Principal Mini Mohandas, respected faculties, and dear, proud, happy students. ഞാൻ വരുമ്പോൾ തന്നെ അൻവർ എന്നോട് പറഞ്ഞു, ഒപ്റ്റോമെട്രിയെ കുറിച്ചൊന്നും പറയണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ ജമീമയും അൻവറും കവർ ചെയ്തു. ലാബിനെ കുറിച്ച് തീരെയും പറയണ്ട, കാരണം ബാലകൃഷ്ണൻ സാറും അതേപോലെ തന്നെ അസൻ സാറും ഉണ്ട്. ഈ പ്രദേശത്തെ ഏറ്റവും അധികം സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 2 ലാബ് ടെക്നീഷ്യന്മാർ ഗവൺമെൻറ് ജോബിലൂടെ ഏറ്റവും ടോപ്പ് പോസ്റ്റിലെത്തി തിരുവനന്തപുരം സയൻറ്റിഫിക് ഓഫീസേഴ്സായിട്ട് റിട്ടയർ ചെയ്ത 2 വ്യക്തിത്വങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജമീമ, യു നോ അബൌട്ട് ജമീമ ഹുബർട്ട്, ബിക്കോസ് അവരിന്ന് വന്നിട്ടുള്ളത് പോലും റെയ്ഹാനിലെ 60 കുട്ടികളെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അഗർവാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇൻ്റർവ്യൂവും കൂടി എടുക്കാൻ കൂടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. സോ വി ഷുഡ് ഗിവ് എ ബിഗ് ക്ലാപ്പ് ടു ഹെർ. അപ്പോൾ പിന്നെ എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ 20 കുട്ടികളാണെങ്കിലും OT ടെക്നീഷ്യൻ കുട്ടികളാണ്. കഴിഞ്ഞ 1.5-2 മാസമായിട്ട് ഞാനും പ്രിൻസിപ്പൽ അൻവറും ഏറ്റവും അധികം ഫൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ OT ടെക്നീഷ്യൻ എന്നുള്ളത് മാറ്റിയിട്ട് ഒഫ്താൽമിക് OT ടെക്നീഷ്യൻ എന്നുള്ളൊരു വേർഡ് ആക്കണമെന്ന് എൻ്റെ നിരന്തരം പ്രഷർ കൊണ്ട് അദ്ദേഹം ആദ്യം സമ്മതിക്കാൻ അല്ലെങ്കിൽ വിസമ്മതിച്ചെങ്കിലും ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഞാൻ എല്ലാ വൈകുന്നേരങ്ങളും പറയാൻ തുടങ്ങിയപ്പോൾ ടീച്ചേഴ്സിനും അറിയില്ലത്. ഒരു ദിവസം അദ്ദേഹത്തിന് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട വരെ അവസ്ഥ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തോട് പ്രഷർ ചെയ്തതിൻ്റെ ഭാഗം അവസാനം ഈ വർഷം മുതൽ ആ കോഴ്സിൻ്റെ പേര് ഒഫ്താൽമിക് ടെക്നീഷ്യൻ കോഴ്സ് എന്നാണ്. എന്താണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ അറിയണം. എന്തിനാണ് അങ്ങനെ ഒരു കോഴ്സ് ആക്കുന്നത്? സ്വാഭാവികമായിട്ടും നേഴ്സിംഗ് കോളേജ് തുടങ്ങുന്നവരും ഒപ്റ്റോമെട്രി കോളേജ് തുടങ്ങുന്നവരും എല്ലാം തുടങ്ങുന്നവർ അവരാദ്യം നോക്കുന്നത് അവർക്ക് അവരുടെ ഹോസ്പിറ്റൽ റൺ ചെയ്യാനും മറ്റുമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ആ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ ഇവിടുന്ന് പാസ്സാക്കി വിടുന്ന ഓപ്പറേഷൻ ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞ കുട്ടികളൊക്കെ തന്നെ സ്മാർട്ടാണ്, ടാലൻറ്റഡാണ്, ഹൈലി ടാലൻറ്റഡാണ്. എന്നാൽ പോലും അവരൊന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എപ്പോഴും ഞങ്ങൾ സ്കാസിറ്റിയോട് കൂടിയിട്ട് ബുദ്ധിമുട്ടോട് കൂടിയിട്ട് OT ടെക്നീഷ്യനെ സെർച്ച് ചെയ്ത് നടക്കാണ്. നമ്മൾ പറയും സാധാരണ കടലിൽ പോയാൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല എന്ന്. ഏറ്റവും ക്ഷാമമുള്ളത് നിങ്ങൾ നല്ല വെള്ളം കുടിവെള്ളം കരുതിയില്ലെങ്കിൽ ഏറ്റവും അധികം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് കടലിൽ പോയി കഴിഞ്ഞാലാണ്. കാരണം വെച്ചാൽ മറ്റത് ഉപ്പുവെള്ളമാണ്. ആ ഒരു അവസ്ഥയിലാണ് റെയ്ഹാൻ്റെ സ്ഥിതി. റെയ്ഹാൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും OT ടെക്നീഷ്യന്മാരെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും, ഞാനിപ്പോൾ ബാലകൃഷ്ണനോട് സംസാരിച്ചോ തന്നെയാണ്, എല്ലാവർക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മൾ എല്ലാവരും ക്വാളിഫൈഡാണ്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്, ഭയങ്കര ക്വാളിഫൈഡാണ്. പക്ഷെ നമ്മളൊക്കെ തന്നെ പ്രൊഫഷണൽ സ്കിൽസിലും വളരെ മോശമാണ്. നമ്മൾ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ, എൻ്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സുമാരടക്കമുള്ള ബാക്കിലിരിക്കുന്ന ആളുകളോടൊക്കെ തന്നെ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ CME പോലുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത്
നിങ്ങളുടെ ഗൂഗിൾ സെർച്ച്, ChatGPT, ജെമിനി എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് നിങ്ങളുടെ നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. വെറും റീലിലും നെഗറ്റീവ് റീലിലൂടെ പോസിറ്റീവ് റീലുണ്ടാക്കി ആളുകളെ കൂട്ടുകയും അതിൻ്റെ ഭാഗമായിട്ടൊരു ബ്ലോഗറാവുന്നതിനൊക്കെ പകരം നിങ്ങളെ പ്രൊഫഷനെ കുറിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവ് റീലിട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് നല്ല അവയർനെസ് ആവും. അത് ചെയ്യുന്നത് സത്യസന്ധമായിട്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിലും നമ്മൾ ഇന്നത്തെ കുട്ടികളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ പ്രൊഫഷണൽ സ്കിൽസിൽ വളരെ കുറവാണ്. ഇതൊരു വാക്ക് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ നോട്ട് ചെയ്തതിൽ ഞാൻ ഇന്ന് വൈകുന്നേരത്തെ കോൺവെക്കേഷൻ സ്പീച്ചിന് വേണ്ടി എനിക്കൊന്ന് കുറച്ച് എഴുതി വെക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എന്താ വേണ്ടതെന്ന് ഞാൻ ഇന്നലെ ചോദിച്ചു. പക്ഷേ ഇന്നലെ വീട്ടിൽ അസൻ സാർക്കറിയാം, ഇന്നലെ ഞങ്ങളൊക്കെ കൂടി പിരിയുന്ന സമയം പൊന്നാനിയിൽ നിന്നും ഏകദേശം ഒരു 11 മണിയായിരിക്കുന്നു വീട്ടിലെത്തുമ്പോൾ രാത്രി. സ്വാഭാവികമായിട്ടും ടയേർഡായിട്ട് നിൽക്കുന്ന ദിവസം ഉറങ്ങി. രാവിലെ കുറേ രാഷ്ട്രീയക്കാരൊക്കെ വീട്ടിലേക്ക് വന്നു, അതിൻ്റെയൊക്കെ തിരക്ക്. അങ്ങനെയാണ് എത്താൻ താമസിച്ചത്. എൻ്റെ മിസ്റ്റേക്കല്ല, ഞാൻ കൃത്യസമയത്ത് ഡ്രസ്സൊക്കെ മാറ്റി നിന്നിരുന്നു. പക്ഷേ അറിയാം, ഇലക്ഷൻ അടുത്ത സമയത്ത് നമുക്ക് അവരൊക്കെ കാണേണ്ടത് ആവശ്യമായതുകൊണ്ടും അവർ നമ്മളെ കാണാൻ വരുമ്പോൾ എനിക്ക് വൈറ്റ് കോട്ട് സെറിമണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർ കളവ് പറയുന്നത്. കാരണം ഫണ്ടോ അല്ലെങ്കിൽ പൈസയോ കൊടുക്കുന്നത് മടിച്ചിട്ട് ഡോക്ടർ പറയുന്ന എന്നുള്ളൊരു ചിന്ത എല്ലാ പാർട്ടിയിലും അത് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് നേരം അവരുമായിട്ട് ഇരിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് എത്താൻ താമസിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ശ്രദ്ധിച്ചിട്ടുള്ളത്, അത് പ്രത്യേകിച്ച് ഈ യാത്രകളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇന്ന് നമ്മളെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ബീഹാറികളും UP-ക്കാരും കൽക്കത്തയിൽ നിന്നുള്ള ആളുകളും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആളുകളും ഒക്കെ തന്നെ ആണെങ്കിൽ, അതിൻ്റെ മുന്നൊക്കെ ഉണ്ടായിരുന്ന തമിഴന്മാർ ഉണ്ടെങ്കിൽ, ഇന്ന് നമ്മളുടെ ഗൾഫ് കൺട്രീസിലൊക്കെ തന്നെ ഈ ഹോസ്പിറ്റൽ സെക്ടറിൽ പ്രത്യേകിച്ച് ലാബ് ടെക്നീഷ്യൻ, ഫ്രണ്ട് ഓഫീസ്, ഒപ്റ്റോമെട്രിസ്റ്റ് സെയിൽസ് ആയിട്ട് ഒപ്റ്റിക്കൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ഈ OT, ഇതിലൊക്കെ തന്നെ ഇന്ന് ഫിലിപ്പിനോസാണ് കൂടുതൽ. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, നിങ്ങൾ ഏത് കുടുംബങ്ങളോട് അന്വേഷിച്ചാൽ അറിയാം, ഫിലിപ്പിനോസാണ് കൂടുതൽ. പല കാരണങ്ങളും അതിനുണ്ട് ഫിലിപ്പിനോസ് വരുന്നതിൽ. ഒരു കാരണം നിങ്ങളോട് പറയാൻ പറ്റാത്ത കാരണവും പറയാൻ പറ്റുന്ന കാരണവും. പറയാൻ പറ്റാത്ത കാരണം ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, എംപ്ലോയർ എടുക്കുമ്പോഴും പണ്ടൊക്കെ തന്നെ നേഴ്സുമാരൊക്കെ തന്നെ മലയാളീസായിരുന്നു ഇഷ്ടം പോലെ. ഇന്ന് മലയാളീസിനെ നിങ്ങൾക്ക് GCC കൺട്രീസിൽ വളരെ കുറവ് പേരെ കാണാൻ സാധിക്കുള്ളൂ. നമ്മൾ ക്വാളിഫൈഡ് ആണ്, പക്ഷെ നമ്മൾ സ്കിൽഡ് അല്ല. അവരെന്തെന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും. കാണാൻ ഭയങ്കര ഭംഗിയുള്ള പെൺകുട്ടികളാണ്, ചെറിയ പെൺകുട്ടികളാണ്, മെലിഞ്ഞതാണ്, അതേപോലെ തന്നെ വെളുത്ത പെൺകുട്ടികളാണ്. അവരെപ്പോഴും റെസ്പെക്റ്റോടും പൊളൈറ്റോടും കൂടിയിട്ടേ പറയുള്ളൂ. എന്നാൽ നമ്മളെ ക്യാരക്ടർ അനുസരിച്ചിട്ട്, ഞാൻ ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു നമ്മുടെ ഫാക്കൽറ്റിയിൽ ആർക്കെങ്കിലും ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നിങ്ങളാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ, ഈ കുട്ടികളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ഒരു സഹായം ചെയ്തു കൊടുത്താൽ നമ്മൾ താങ്ക്സ് എന്ന് പറയുന്ന വേർഡ് വളരെ കുറവാണ്. പണ്ടുള്ളവരൊക്കെ, അതായത് നിങ്ങൾ ഒരു സാധനം പോയി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ താങ്ക് യു സോ മച്ച് എന്ന് അവർ ഫിലിപ്പിനോസ് പറയും. നമ്മളാൾക്കാരൊന്നും വിളിക്കും, ഞാൻ പ്രതീക്ഷിച്ചിട്ടാണല്ലോ എന്ന്. എനിക്കിത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മാറ്ററിലേക്ക് കടക്കാം. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ലുലുവിൽ ഇതേപോലെ ഒരു CK-ൻ്റെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത്, അപ്പോൾ അവർക്ക് ടാർജറ്റാണ്, അപ്പോൾ മലയാളീസാണ്. അത് മേടിക്കാൻ വേണ്ടി പോയി അവിടെ കുറേ സാധനം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർ അസസ് ചെയ്യും, ഇത് ഇയാളെ കൊണ്ട് ഇന്നൊരു 40,000 രൂപേൻ്റെ 25,000 രൂപേൻ്റെ എടുപ്പിക്കണം എന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, സെയിം പാറ്റേൺ ആയതുകൊണ്ട് ഒരു ജീൻസ് എടുത്തിട്ട് പോന്നു. ജീൻസ് എടുത്ത് പോന്ന് തിരിച്ചു വരുമ്പോൾ ആ CK-ൻ്റെ ഷോപ്പ് 2 സൈഡും ഗ്ലാസ്സുള്ളതാണ്. അതിൽ തന്നെ 2 ഡോർ ഉണ്ടായിട്ട്, ആ ഡോറിന് ഇത് കഴിഞ്ഞപ്പം ഞാൻ തിരിഞ്ഞു പോയി എൻ്റെ എന്തോ സാധനം വെച്ച് തിരികുമ്പോൾ അവർ സംസാരിക്കുന്നത് വരവും ഗമൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇതൊക്കെ കഞ്ഞി സാധനങ്ങളാണെന്ന് അതിൽ എന്നെ അറ്റൻഡ് ചെയ്ത ലേഡി മറ്റേ ലേഡിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഒരു മലയാളിയുടെ കൾച്ചറാണ്. അതിന് പകരം ഞാൻ അടുത്ത സാധനത്തിന് ഒരു താങ്ക്സ് പറയുന്നതിന് പകരം എന്നെ കുറ്റപ്പെടുത്തുകയാണ് അവിടെ ചെയ്തത്. അതിനകത്ത് ഇതൊരു ഫിലിപ്പിനും ആയിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു 200 രൂപേൻ്റെ സാധനമെങ്കിൽ ഒരു ബെൻഡിങ്ങും അതേപോലെ താങ്ക്സും പറയുമായിരുന്നു. നമ്മൾക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം അതാണ്. നമുക്കൊരിക്കലും നന്ദി നമ്മൾ പ്രകാശിപ്പിക്കുന്നതിൽ എല്ലാവരും, പ്രത്യേകിച്ച് മലയാളീസ്, വളരെ മോശമാണ്. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്തു തന്നാലും ഒരു താങ്ക് യു സോ മച്ച് എന്നൊന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് ഭയങ്കരമാണ്.
അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കൂടുതൽ കുറേ പറയാനുണ്ടാവും, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാറിൽ വരുമ്പോൾ ഇങ്ങനെ കോൺവെക്കേഷൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ക്ലബ് ആവേണ്ട, കാരണം രണ്ടും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ട സെയിം വീഡിയോ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി റീലിൽ പോകുമ്പോൾ ഒരേ ആൻസർ അല്ലെങ്കിൽ ഒരേ സ്പീച്ചസ് വേണ്ട എന്നുള്ള നിലക്കാണ്. വൈറ്റ് കോട്ട് എന്ന് പറയുന്നത് പ്യൂരിറ്റിയാണ്. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ തൂവെള്ള, സത്യസന്ധത, അതേപോലെ തന്നെ നിങ്ങൾ പേഷ്യൻറ്റിനോട് കാണിക്കേണ്ട കമ്മിറ്റ്മെൻറ്റ്. ഈ രണ്ടെണ്ണം നിങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ വൈറ്റ് കോട്ട് ഇടുന്നതിൽ കാര്യമില്ല. പ്രൊഫഷണൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ആ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മനുഷ്യന്മാരോടാണ്. അതായത് ഒരു IIM ഇതിലൊക്കെ പഠിക്കുന്ന IIT പഠിക്കുന്ന ഒരു മെഷീനറിയോ ഒരു കമ്മിറ്റ്മെൻറ്റ് കമ്പനിയോടായിരിക്കും. പക്ഷേ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ആ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളോടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ഥാപനത്തോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. രോഗികളോടും സ്ഥാപനത്തോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. ഞാനിപ്പോൾ സംസാരിച്ച പോലെ, ബാലകൃഷ്ണനോടും അസൻ സാറിനോടൊക്കെ സംസാരിച്ച പോലെ, ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, ലാബ് ടെക്നീഷ്യൻ ആണെങ്കിലും മറ്റുള്ളവരിൽ നിന്നും ഒരു ചെറിയ മിസ്റ്റേക്ക് മതി ആ ഡയഗ്നോസ് തെറ്റാനും അയാളുടെ ചികിത്സ മോശമാവാനും അയാളുടെ ജീവിതം ഏറ്റവും നരകയാതനായിട്ടുള്ളതാവാനും. ലാബ് ടെക്നീഷ്യൻ, പാത്തോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ 100% ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും ഡയഗ്നോസ് ചെയ്യുന്ന ആ പാത്തോളജിസ്റ്റിൻ്റെയും ആ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ്റെ ഒക്കെ റിസൾട്ട് ബേസ്ഡാണ്. ഏറി വന്നാൽ നിങ്ങൾ AI ഇട്ടിട്ടൊന്ന് വെരിഫൈ ചെയ്യും, എന്നാൽ പോലും റിസൾട്ട് ബേസ്ഡാണ്. പഴയ ഡാറ്റാണ് AI ഒക്കെ എടുക്കുന്നത് അധികവും. പക്ഷേ റിസൾട്ട് ബേസ്, ആ റിസൾട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങളുടെ ഏതെങ്കിലും ആബ്സെൻസ് ഓഫ് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ആ രോഗിയോടുള്ള ഏറ്റവും വലിയ ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം അപ്രീസിയേഷൻ കിട്ടാനും ഏറ്റവും അധികം ഈ പറഞ്ഞതുപോലെ പിരാക്ക് കിട്ടാമെന്നില്ല, നമ്മൾ ഏറ്റവും അധികം മോശത്തിന് നിങ്ങളെക്കുറിച്ച് പറയാനും പറ്റിയൊരു ഏരിയയാണ് മെഡിക്കൽ ഫീൽഡ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ജസ്റ്റ് വെറുതെ ഒരു, കാരണം ഈ ലോകം, ഈ കാലഘട്ടം, ഈ ജീവിതശൈലി, ഈ ഭക്ഷണ രീതികളൊക്കെ വെക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള നിലക്ക് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ആ ലാബ് ടെസ്റ്റിന് കൊടുക്കുമ്പോൾ എപ്പോഴും ചെറിയ ടെൻഷൻ ഉണ്ടാവും. ഇപ്പോഴും 3 മാസം കൊടുക്കും. അതേപോലെ തന്നെ അൾട്രാസൗണ്ട് ചെയ്യുന്ന ആളാണ്. ഒക്കെ ഉണ്ടാകുമ്പോഴൊരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് നമുക്ക് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ പേപ്പറായിട്ട് വരുമ്പോൾ നമ്മളത് നോക്കുമ്പോൾ അവരെങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ ആ റിപ്പോർട്ട് നോക്കി അത് നോർമൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം, താങ്ക് യു സോ മച്ച് എന്ന് നമ്മൾ ആ കൊണ്ടുവന്ന സിസ്റ്റർ അടുത്തോ അല്ലെങ്കിൽ ആ ടെക്നീഷ്യൻ്റെ അടുത്തോ നമ്മൾ പറയും. അതൊരു സന്തോഷമാണ്, ആ ഉള്ളിൽ നിന്ന് തന്നെ. ഇതേ സന്തോഷങ്ങൾ നിങ്ങൾക്ക് പലർക്കും ഇനി വരും ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ കോളേജ് ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ടായിട്ട് കണ്ടിട്ട് നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഭയങ്കരമായിരിക്കും. അപ്പോൾ പ്യൂരിറ്റി, സത്യസന്ധമായ സംഗതികളാണ് ഈ വൈറ്റ് കോട്ട് സെറിമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞ, നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ മനസ്സിലെടുക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ രോഗികളോട്, ഞാൻ ഡീൽ ചെയ്യുന്ന ആളുകളോട്, ഞാൻ ഡീൽ ചെയ്യുന്ന സ്ഥാപനത്തോട് സത്യസന്ധമായിട്ട് പ്യൂരിറ്റിയോട് കൂടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്നെടുക്കുന്നതാണ് ഈ വൈറ്റ് കോട്ട് സെറിമണി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ എൻ്റെ മേലേക്ക് ഒരു നല്ലൊരു പ്യുവറായിട്ടുള്ളൊരു സാധനം പുതച്ചു വരികയാണ്. ആ സാധനം ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളൊരു പ്രതിജ്ഞയാണ് വൈറ്റ് കോട്ട് സെറിമണി. ആ വൈറ്റ് കോട്ട് സെറിമണി കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. തുടക്കം മുതൽ മരിക്കുന്നതുവരെ ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഇത് കോളേജ് ലൈഫാണ്, വൈറ്റ് കോട്ട് സെറിമണിയാണ്. ചിലപ്പോൾ മിൻ ടീച്ചറും പ്രിൻസിപ്പൾ അൻവറൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഇനി വളരെ ശ്രദ്ധിക്കണം, കോളേജിൽ കച്ചറ കളിക്കരുത്, കോളേജിൽ വേണ്ടാത്ത ചെയ്യരുതെന്നൊക്കെ. ഞാൻ പറഞ്ഞ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം എൻജോയ് നിങ്ങളുടെ കോളേജ് ലൈഫ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നാളെ ദുഃഖിക്കും. അടുത്തത് പോകുന്ന മാരീഡ് ലൈഫായിരിക്കും. 20% പേര് മാറിയിട്ട് മറ്റേ, അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വന്തം നശിക്കാനല്ല, നശിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. എൻജോയ് ചെയ്തിട്ട്, മാക്സിമം എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ ജീവിക്കുക. ടീച്ചർമാരിൽ നിന്നൊക്കെ മോശമായിട്ട് പെരുമാറാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ തന്നെ എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. അതൊക്കെ തന്നെ മാക്സിമം ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വൈറ്റ് കോട്ട് സെറിമണിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir, for your valuable points. I kindly request, sir, to hand over the white coat to our student, Hannah from S2DOT.
Thank you, sir. Jimmy Mama, I kindly request you to hand over the white coat to our student, Limsan from BSc Opto. Thank you, sir. I would like to invite Mr. Balakrishnan. Sir, I request you to hand over white coat to our student, Nida Rashid from S2 MLT. Hasin sir, I like to invite to hand over white coat to our student. I would like to invite Mr. Balakrishnan, retired junior scientific officer, to deliver felicitation address. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇന്ന് വരെ നിങ്ങൾ വെറും വിദ്യാർത്ഥികളായിരുന്നു, ക്ലാസ് മുറിയിൽ മാത്രം ഇരിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു. ഇനി മുതൽ നിങ്ങളുടെ ആരോഗ്യ മേഖലയിലെ ജോലിയിലേക്കുള്ള ഒരു കാൽവെപ്പിൽ തിരിക്കുകയാണ്. രോഗികളുമായി ബന്ധപ്പെടാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. ഹെൽത്ത് കെയർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയാറുണ്ടല്ലോ, കല്യാണം കഴിയുന്നവരെ പെൺകുട്ടികളൊക്കെ വീട്ടിൽ എന്താ പറയുക, വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് കുരുത്തക്കേടും കാട്ടി നടക്കാം. പക്ഷെ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ജീവിത രീതി തന്നെ മാറി, ഉത്തരവാദിത്തങ്ങൾ കൂടി, നമ്മളെ പഴയ കുശുമ്പും കുരുത്തക്കേടുകളൊക്കെ കുറച്ച് നല്ല കുട്ടികളായിട്ട് ജീവിക്കണം നമ്മൾ കാരണന്മാർ പറയാറുണ്ട്. അതുമാതിരി തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആരോഗ്യ മേഖലയിൽ മാത്രമുള്ളൊരവസ്ഥയാണ് ഈ വൈറ്റ് കോട്ട് സെറിമണി എന്നുള്ളത്. ഈ വെള്ളക്കുപ്പായം നിങ്ങളിടുന്നത് നിങ്ങളുടെ ശരീര സൗന്ദര്യത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ലബോറട്ടറിയിൽ നിന്നുള്ള മറ്റ് അല്ലെങ്കിൽ ലബോറട്ടറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്തു നിന്നോ മറ്റ് ചളികളോ മറ്റോ തെറിക്കാതിരിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സും പ്രവൃത്തിയും തൂവെള്ളയായി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ്. നമ്മളെ പഴയ കാലത്തെ ആൾക്കാർ പറയുന്നത് നല്ല വെളുത്ത കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, പക്ഷെ മനസ്സ് ഭയങ്കര ഇരുട്ടാന്ന് പറയും. ഇവിടെ നമ്മൾ ഈ വൈറ്റ് കോട്ട് ഇടുന്നതിൻ്റെ ഒരു ലക്ഷ്യം തന്നെ നമ്മളെ മനസ്സും ശരീരവും എല്ലാം വെള്ളയാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾ ഇപ്പോൾ ലാബ് ടെക്നീഷ്യന്മാരുണ്ട്, ഓഫ്താൽമിക് ടെക്നീഷ്യന്മാരുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന്മാരുണ്ട്. പക്ഷേ എല്ലാ ആളുകളും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ തൊഴിലിനോടുള്ള കമ്പാഷനേറ്റ്, എമ്പതി, അതേമാതിരി പെർഫെക്ഷൻ ഇവയെല്ലാം നിലനിർത്താനുള്ള ഒരു അവസരമായിട്ടാണ്. നമ്മൾ എങ്ങനെയാണോ രോഗികളോട് പെരുമാറുന്നത് അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു സംതൃപ്തി വളരെ അപൂർവമാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പൊന്നാനിയിൽ അറിയപ്പെടുന്ന 2-3 ഡോക്ടർമാരുണ്ടായിരുന്നു. ഒരു കുട്ടി ഡോക്ടർ എൻ്റെ മെഡിക്കൽ ഓഫീസറായിരുന്നു, ഒരു അമ്മാനൻ ഡോക്ടർ. അന്നത്തെ ആളുകൾ പറയുന്നതാണ് കുട്ടി ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് കഴിച്ച് അസുഖം മാറുന്നു. പക്ഷേ അദ്ദേഹം വെറും MBBS ഉള്ളൂ. അന്നും MD കാരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെയും അമ്മാനൻ ഡോക്ടറുടെയൊക്കെ ആ രോഗികളോടുള്ള ഇടപെടലൊരു പ്രത്യേകതയായിരുന്നു. രോഗം പകുതി മാറും. ഇന്നും അത്തരം ഡോക്ടർമാരുണ്ട്, പക്ഷേ പലർക്കും സമയം കിട്ടുന്നില്ല, തിരക്കാണ്.
പിന്നെ അപൂർവം ചിലരിൽ മാത്രമായിരിക്കും ഈ രോഗത്തിനോട് രോഗിയോട് താല്പര്യമല്ല, അവർ സമയത്തിന് മാത്രം വില കൊടുക്കുന്നത്. ഞാനും വസൻ സാറൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത്, കാരണം എനിക്ക് 37 കൊല്ലം ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ കാലത്തൊക്കെ ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള ഡോക്ടർമാർ വളരെ എമ്പതറ്റിക്കായ, അല്ലെങ്കിൽ രോഗികളോട് ഭയങ്കര സ്നേഹമുള്ള, രോഗത്തോട് ഭയങ്കര സ്നേഹമുള്ള, ജോലിയിൽ ആത്മാർത്ഥതയുള്ള, സത്യസന്ധരായ, സമയനിഷ്ഠ പാലിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെ കണ്ട് പഠിച്ചുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെ എത്തിപ്പറ്റും. പിന്നെ ഏതൊരു തൊഴിലിനും നമ്മൾ ഒരു മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. കാരണം ആ തൊഴിലാണ് നമുക്ക് അന്നം തരുന്നതെന്നാണ്. ഞാനൊക്കെ ജനിച്ചു വളർന്ന ഒരു സാധാരണ കുടുംബത്തിലാണ്. വളരെ അന്നത്തെ കാര്യങ്ങൾ അന്നന്ന് ചെയ്തു പോകുന്ന രീതിയിൽ ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ അന്നും വീട്ടിൽ വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം കൊണ്ടാണ് നമ്മൾക്കും വിദ്യാഭ്യാസം തരാനുള്ള ഒരു താല്പര്യം വീട്ടുകാരുണ്ടായതും നമ്മളെല്ലാം ഈ നിലയിലെത്തിയത്. ഇന്ന് ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ തൊഴിലിൽ നിന്ന് കിട്ടിയ സംതൃപ്തിയും എൻ്റെ വരുമാനം കൊണ്ടാണ്. 100% സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ എൻ്റെ തൊഴിൽ ആത്മാർത്ഥ കാണിച്ചു എന്നുള്ളത്. ഞാനും ഹസൻ സാറും കൂടി ഒന്നിച്ച് തിരുവനന്തപുരം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിൽ 2010 ചീഫ് ലാബ് ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റിൽ പ്രൊമോഷനായിട്ട് പോയി. അപ്പോൾ അതിന് മുന്നേ അവിടെ അധികം ഉണ്ടായിരുന്നത് വളരെ അപൂർവം ആൾക്കാരാണ് മലബാറുകാർ. എല്ലാം തിരുവനന്തപുരത്തേക്കാണ്. കാരണം പ്രൊമോഷൻ കിട്ടലും അവർക്കായിരിക്കും. ഞങ്ങളുടെ പേപ്പറൊന്നും മുന്നോട്ട് പോയില്ല, എല്ലാം പൂഴ്ത്തി വയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെന്നപ്പോഴും ഞങ്ങളെയും കണ്ടിരുന്നത് ഇത് തന്നെയായിരുന്നു, 2 ചീഫ് ടെക്നീഷ്യന്മാർ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരു വർഷം അവിടെ സ്ഥിരമായി നിന്ന് ജോലി ചെയ്ത് ഇറങ്ങിപ്പോരുമ്പോൾ ഒരു സെൻഡ് ഓഫിൽ പറഞ്ഞ വാക്കുകൾ ജീവിതത്തിൽ വളരെ സന്തോഷം, ഇന്നും ഓർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുളിര് കൂടുന്ന അവസ്ഥയാണ്. കാരണം മലബാറിൽ നിന്ന് പോയ 2 ആൾക്കാർ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവരായി. ലബോറട്ടറിക്ക് അടുക്കും ചിട്ടയും അതേമാതിരി തന്നെ ആ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരെക്കാളും വളരെ കൂടുതലായി കാണിച്ചു. കാരണം ഞങ്ങൾക്ക് കിട്ടിയ ശിക്ഷണം അങ്ങനെയായിരുന്നു. ഇന്നും ഇപ്പോൾ ഹസൻ സാറ് പെൻഷനായിട്ട് 14 വർഷമായി, ഞാൻ പെൻഷനായിട്ട് 12 വർഷമായി. ഇന്നും സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിലെ ചീഫ് ടെക്നീഷ്യന്മാർ എന്ന പേര് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് ഞങ്ങളുടെ പേരാണെന്ന് ഇപ്പോഴും അവിടെയുള്ള ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അതിനുശേഷം ഹസൻ സാറ് ന്യൂട്രീഷൻ എൻ്റെ ചാർജുള്ള സ്റ്റേറ്റ് ഓഫീസറായും ഞാൻ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലെ സയൻറ്റിഫിക് ഓഫീസറുമായിട്ട് ജോലി ചെയ്തു. ഹസൻ കോഴിക്കോട് നിന്ന് റിട്ടയർ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മളുടെ തൊഴിലിനോട് ആത്മാർത്ഥത കാണിച്ചാൽ തീർച്ചയായും നമ്മെ കാലം ഓർക്കും, നമ്മൾക്കും മനസ്സമാധാനം ഉണ്ടാവും. പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തുള്ള അനുഭവം പറയുകയാണെങ്കിൽ പാലക്കാട്ടുകാർ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ രാവിലെ 10 മണിക്ക് ആരെങ്കിലും ഒരു ബ്ലഡ് പരിശോധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ സീനിയേഴ്സായ ആൾക്കാർ അവർ 10:30 മണി കഴിഞ്ഞാൽ സാമ്പിൾ എടുക്കില്ല. കാരണം അവർക്ക് 12:30 1 മണിക്ക് പോകണം. അപ്പോൾ ഞാനവിടെ ചെന്ന ഉടനെ എനിക്ക് അവിടെ ബേസില്ല, അവിടുത്തെ ആൾക്കാരുമായിട്ട് ബന്ധമില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഈ 10:30 മണിക്ക് ബ്ലഡ് കളക്ഷൻ നിർത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. കാരണം അവർ വരുന്നത് എരുത്തേമ്പതി പോലുള്ള ഉൾപ്രദേശങ്ങളിൽ നിന്ന് നടന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. കാരണം അവരൊക്കെ അവിടെ കുറേ കാലങ്ങളായിട്ട് താപ്പാനകളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ജോലിയിലല്ല താല്പര്യം, ശമ്പളത്തിലെ താല്പര്യം. ഞാൻ എൻ്റെ പ്രൊഫഷണലോടെ കുറ്റപ്പെടുത്തില്ല, അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ അന്നത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ നേരിട്ട് പോയി കണ്ടിട്ട് പറഞ്ഞ് ഈ രീതി മാറ്റണം സാറേ, ഞാനൊരു പുതുമുഖമാണ്, പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ലാബോറട്ടറി എന്നുള്ളത് പ്രൈവറ്റ് മേഖലയിൽ മാത്രം വളരുന്നൊരവസ്ഥയായി മാറും. പക്ഷേ എന്തോ എൻ്റെ സംസാരം, എൻ്റെ ഇടപെടലും അന്ന് സൂപ്രണ്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ് JSOന് ഇഷ്ടമുള്ളവർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് എനിക്ക് പെർമിഷൻ തന്നു. അപ്പോൾ ഞാനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി സൂപ്രണ്ടിൻ്റെ പെർമിഷൻ വാങ്ങി അത് കാണിച്ചു. അന്ന് മുതൽ ഞങ്ങൾ 11:30 വരെ കളക്ഷൻ തുടങ്ങി. അതിനുശേഷം അവിടെ തന്നെ റീജിയണൽ ഡയഗ്നോസിസ് സെൻ്റർ എന്നുള്ളൊരു ലാബോറട്ടറി ഉണ്ട്. എനിക്കതിൻ്റെ ചാർജ് തന്ന് 40ഓളം ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാപനത്തിൻ്റെ ചാർജായിട്ട് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മൾ പരിശോധനയ്ക്ക് മിനിമം ചാർജ് ഈടാക്കും. 8000 രൂപയാണ് ഒരു ദിവസം കളക്ഷൻ വരുന്നത് അവിടെ. പക്ഷേ ഞാൻ വെറും 8 മാസം കൊണ്ട് സൂപ്രണ്ടിൻ്റെയും മറ്റ് ജീവനക്കാരുടെയും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ എല്ലാ സഹകരണത്തോടെ അവിടെ നിന്ന് 45,000 രൂപ ഡെയിലി കളക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മളുടെ നിലവിലുള്ള മെഷീനറിയെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് നിരന്തരം ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ആ സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതും ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ ഹസൻ സാർ ജോലി ചെയ്ത സ്ഥാപനങ്ങളും കോഴിക്കോട് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയുടെ കോഴിക്കോട്ട് നിന്ന് പുള്ളി റിട്ടയർ ചെയ്യുന്നെങ്കിൽ ശരി, അവിടെയും ഹസൻ സാറിനെ അറിയാത്തവരില്ല. കാരണം അതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നൊരു വല്ലാത്ത അനുഭവമാണ്. പിന്നെ നമ്മുടെ പ്രൊഫഷനെ പറ്റിയിട്ട് നമ്മളെ പ്രൊഫഷനെ നല്ലതോ ചീത്തയോ ആക്കി തീർക്കുന്നത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഈഗോസ് ഉണ്ടാവും, ക്ലാഷസ് ഉണ്ടായിരിക്കും. പക്ഷേ അത് ഒരിക്കൽ പോലും നമ്മളുടെ തൊഴിലിനെ ബാധിക്കാത്ത രീതിയിൽ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ.
നിങ്ങൾ സ്ഥാപനത്തിനുള്ളിൽ വന്നാൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം സുതാര്യമാക്കാനും കാര്യക്ഷമമാക്കാനുമുള്ള സംവിധാനത്തിന് മെനക്കെടുക. ബാക്കി നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മാത്രം ആ രീതിയിലേക്ക് നമ്മളെ തൊഴിൽ സംസ്കാരത്തിന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. പിന്നെ ജോലിക്കാര്യം, ഇന്ന് കോഴ്സ് കഴിഞ്ഞ് വരുന്ന മിക്ക ആളുകൾക്കും ജോലി സാധ്യത 100% തന്നെ ആണെന്ന് പറയാം. കാരണം അതിൻ്റെ സാധ്യതകൾ കണ്ടമാനം വർദ്ധിച്ചു വരികയാണ്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സന്തോഷ് ജോർജ് കുളങ്ങര എന്ന സഞ്ചാര സാഹിത്യകാരൻ്റെ ഒരു ഭാഷയുണ്ട്, നിങ്ങൾക്ക് പണി അറിയോ നിങ്ങൾക്ക് എവിടെയും പോയി ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾ സർട്ടിഫിക്കറ്റിനായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് പണി അറിയണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബംഗാളിൽ നിന്ന് വരുന്ന കൂലിപ്പണിക്കാർ എന്തുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്നു ചോദിച്ചാൽ, അവർക്ക് പണി അറിയില്ലെങ്കിൽ ശരി, പണി അറിയാനുള്ള ശ്രമമുണ്ട് അവരുടെ ഭാഗത്ത്. നമ്മളുടെ നാട്ടിൽ പണിക്ക് നിൽക്കില്ല, അവർക്ക് ടൈം ഒപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സാധാരണ കൂലിക്കാരായി വന്ന ബംഗാളികൾ ഇവിടുത്തെ എക്സ്പെർട്ട് പണിക്കാരാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണ്. അതുമാതിരി ഈ സ്ഥാപനത്തിൽ നിന്ന് ട്രെയിനിങ് കിട്ടി പോകുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ടെക്നീഷ്യനോ ഓഫ്താൽമിക് ടെക്നീഷ്യനോ 100% മാറുന്നില്ല. ബാക്കിയെല്ലാം അനുഭവങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ആർജിക്കേണ്ടതാണ്. മാത്രമല്ല, നേരത്തെ സലാഹുദ്ദീൻ സാറ് പറഞ്ഞ മാതിരി നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും മടക്കി പോയോണ്ട് കാര്യമില്ല. നമ്മളുടെ അറിവിനെ നമ്മൾ ദിവസം ചെല്ലുന്തോറും മിനുക്കിയെടുക്കണം. രാഗിയെടുത്തെങ്കിൽ മാത്രമാണ് ഇത് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ത്രീകൾ ഒരു കാര്യത്തിലും പിന്നോട്ടല്ല. ഇപ്പോൾ നിങ്ങൾ ഈ വ്ളോഗർമാരുടെ കൂട്ടത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്, റോഷ്നി GS എന്ന് പറഞ്ഞൊരു പാമ്പ് പിടുത്തക്കാരിയായ ഒരു സ്ത്രീയെ, നെടുമങ്ങാട് സ്വദേശിനിയായ അവർ ഇപ്പോൾ ഇന്നലെ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുമായിട്ടുള്ളൊരു അഭിമുഖം കണ്ടാണ്. പാമ്പ് പിടിക്കാൻ പോകുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ പാമ്പുകൾക്ക് പ്രത്യേകത ഉണ്ട്, അണലിയേക്കാണെങ്കിൽ 360 ഡിഗ്രി തിരിഞ്ഞ് കന്ന് കടിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം അവർക്ക് പഠിക്കാൻ കൊടുക്കുന്ന പറഞ്ഞാൽ ഡമ്മി പാമ്പുകൾ, അതായത് അവിടെ വളർത്തി പല്ല് പറിച്ച പാമ്പുകളെ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ഒരു മൂർഖൻ പാമ്പിനെ പിടിക്കപ്പോൾ കക്ഷി രക്ഷപ്പെട്ടു. പക്ഷേ അതിനെ പിടിച്ചപ്പോൾ അവരുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതേമാതിരി നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യും. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളാരും സർവീസിൽ വരുന്ന സ്ഥലത്ത് 100% പെർഫെക്റ്റായിട്ട് വന്നവരല്ല. പക്ഷേ തിരിച്ചു പോരുമ്പോൾ ഞങ്ങളുടെ മേഖലയിലെ ഏറ്റവും നല്ല എക്സ്പെർട്ടുകളായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാരണവശാലും നിങ്ങളൊരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഊഹം വെച്ചുള്ള റിപ്പോർട്ട് പാടില്ല. കാരണം ലാബ് ടെക്നീഷ്യൻ പ്രത്യേകിച്ചും നിങ്ങളുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഡോക്ടർമാർ രോഗം നിർണയം നടത്തുന്നതും ചികിത്സ നിശ്ചയിക്കുന്നതും. ഒരുപക്ഷെ ഈ ലാബ് ടെക്നീഷ്യന്മാരായിരിക്കും ഈ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണത്തെ നേരിട്ട് കാണുന്ന വ്യക്തികൾ. ഉദാഹരണത്തിന് മലേറിയ പനിയുമായിട്ട് രോഗി വരികയാണ്. അവർ പറയുന്ന ലക്ഷണം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പലതരം പനിയുണ്ട്. പഴയ കാലത്ത് ഒരു പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മലേറിയ പനി, തക്കാളിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, വിവിധമായ പനികളുണ്ട്. പക്ഷെ നമുക്ക് ആ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൽ മലേറിയയുടെ പാരസൈറ്റിനെ കണ്ടെത്തുന്നൊരു കലയാണ്. ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് മൈക്രോസ്കോപ്പ് ഇത്ര ക്വാളിറ്റി ഉള്ളായിരുന്നു. ഇപ്പോൾ നല്ല ക്വാളിറ്റി മൈക്രോസ്കോപ്പാണ്. അപ്പോൾ നിങ്ങൾ ആ മലേറിയ പാരസൈറ്റിനെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ ജീവൻ്റെ എന്താ പറയുക അവസ്ഥ വളരെ മോശമായൊരു രീതിയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ കമ്മച്ച റിസൾട്ട് കൊടുക്കാതെ അറിയുന്ന ആരെങ്കിലും കാണിച്ചുകൊണ്ട് ഈ പാരസൈറ്റൈൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് നിങ്ങൾ പോകണം. പിന്നെ അത്തരം സ്മിയറുകൾ കൂടുതൽ കണ്ട് 100% ഇത് കണ്ടാൽ മനസ്സിലാകുന്നൊരു ബോധ്യത്തിലേക്ക് നമ്മളുടെ സ്കില്ലിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളൊരു രോഗി വരുമ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും മോശമായി കാണരുത്. എല്ലാവരും നമ്മളുടെ അച്ഛനും അമ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെയൊക്കെ പഠനത്തിനും നമ്മളുടെയൊക്കെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് സ്വന്തം സന്തോഷം നഷ്ടപ്പെടുത്തി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ് അച്ഛന്മാർ. അച്ഛന്മാരുടെ സ്നേഹം ആരും കാണാറില്ല. അതേമാതിരി നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ അമ്മമാർ. അപ്പോൾ ഈ വരുന്ന പ്രായമുള്ളവരെല്ലാവരും എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ് എന്ന ഒരൊറ്റ ബോധ്യത്തോടു കൂടി നിങ്ങൾ മനസ്സ് അതിലേക്ക് മാറ്റി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും അവരെ ഇത് എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനോട് ആത്മാർത്ഥ പുലർത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ വൈറ്റ് കോട്ട് സെറിമണി എന്ന സംഭവം നേരത്തെ തന്നെ ആരോഗ്യ മേഖലയിൽ മാത്രമുള്ളൊരു സംഭവമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വളരെ നേരത്തെ ഉള്ള ചില സംഭവങ്ങളാണ്. പക്ഷേ ഇത് മൊത്തം ആരോഗ്യ മേഖലയിലേക്ക് വരുന്നത് 1989 ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിനെ പരിഷ്കരിച്ച് കുറേയും കൂടി
എലാബറേറ്റഡ് ആയി നടത്തിയിട്ടുള്ള 1993 കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ ആർണോൾഡ് പി ജോസ് എന്നൊരു പ്രൊഫസറുടെ കീഴിൽ ആ ഗ്രൂപ്പ് നടത്തിയ ഒരു ചടങ്ങാണ് ഈ വൈറ്റ് കോളർ സെറിമണി എന്നുള്ളത്. ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നലെ വരെ നിങ്ങൾ വിദ്യാർത്ഥികളാണ്, ഇന്ന് മുതൽ നിങ്ങൾ ഈ ആരോഗ്യ സംരക്ഷണ മേഖലയുടെ ഒരു പ്രധാന കണ്ണിയാണ്. അപ്പോൾ നിങ്ങളുടെ രീതികൾ മാറുന്നു, നിങ്ങളുടെ ഇടപെടൽ മാറുന്നു, രോഗികളോടും രോഗത്തിനോടുള്ള നിങ്ങളുടെ ചിന്താഗതികൾ മാറുന്നു. അങ്ങനെ മാറ്റം വരുത്തി ഒരകല്ലിൽ ഉരച്ചെടുത്ത ഒരു ജീവിത രീതിയിലേക്ക് നിങ്ങൾ മുന്നേറുന്ന ചടങ്ങാണ് വൈറ്റ് കോട്ട് സെറിമണി. ഇന്ന് നിങ്ങൾ വൈറ്റ് കോട്ട് സെറിമണിയിലെ ഭാഗഭാക്കായ ആൾക്കാരാണ്. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിത രീതികളിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ നിങ്ങളുടെ തൊഴിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അന്നം തരുന്നതാണ്. നമ്മൾ എന്ത് ജോലിക്ക് പോലും നമുക്ക് കാശ് കിട്ടുന്നുണ്ട്, നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നത് ഫ്രീ അല്ല. പക്ഷേ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജോലിയോടൊപ്പം തന്നെ നമ്മളുടെ സംസ്കാരമാണ്, നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ബോധ്യം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തായാലും ഇന്നത്തെ ചടങ്ങിന് എന്നെ വിളിക്കാൻ ഇടവന്നതിൽ വളരെ സന്തോഷം. അതിന് ഇവിടുത്തെ മാനേജ്മെൻറ്റിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ഓഫ്റ്റോമെട്രിയുടെ കാര്യത്തിനായിട്ട് ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ടുള്ള ജമീമ മാഡത്തിനോടും പൊന്നാനിക്കാരനും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ സലാഹുദ്ദീൻ്റെ ഒരു സുഹൃത്ത് നിലയ്ക്കും അവരോടുള്ള കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിത രീതികളിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. നിങ്ങളിനി പ്രൊഫഷണൽസാണ്. ഒരു രോഗം കടന്നാക്രമിക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള ബദ്ധപ്പാടിൻ്റെ ഭാഗത്ത് നിങ്ങൾ കൂടുതൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി സത്യസന്ധമായി ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും എന്താ പറയുക, ഒരു ഊഹം വെച്ചുള്ള റിസൾട്ട് കൊടുക്കരുത്. അറിയാത്ത റിസൾട്ടാണെങ്കിൽ ഇത് മറ്റൊരാളെ കൊണ്ട് കാണിക്കണമെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവണം. നമ്മൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ഷയരോഗത്തിൻ്റെ രോഗാണുവിനെ നമ്മളാണ് കണ്ണുകൊണ്ട് കാണുന്നത്, വേറെ ആരും കാണുന്നില്ല. ഡോക്ടർക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് രോഗമാവാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എക്സ്റേ വെച്ച് പോലും ഡയഗ്നോസ് രോഗമാവാം എന്നുള്ളതാണ്. അതേസമയത്ത് ക്ഷയരോഗ അണുവിനെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന വ്യക്തികൾ ലാബ് ടെക്നീഷ്യന്മാരാണ്. ഈ ലാബ് ടെക്നീഷ്യന്മാരാണ് ഒരു രോഗിയുടെ രോഗത്തെ കണ്ടെത്തുന്നതും അതോടൊപ്പം ആ രോഗി മറ്റുള്ളവർക്ക് പരത്തുന്ന ആ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നു. അപ്പോൾ ആ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കാനും നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ മാതിരി പണി അറിയാമെങ്കിൽ എവിടെയും ജീവിച്ചു വരാം എന്ന് നമുക്ക് ജീവിതത്തിൽ കാണിക്കാൻ പറ്റും. നമ്മളുടെ എല്ലാം ജീവിതം ശോഭനമാവട്ടെ. നമ്മളുടെ ജോലി സുരക്ഷിതത്വം മിക്കവാറും ഇന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സത്യസന്ധരായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ ഇന്ന് മുതൽ ഇടപെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Then I would like to invite our principal, vice principal and HODs to hand over white coats, and I also invite our teachers, Rahila ma'am, Krishnaja ma'am, Joel sir, Neema ma'am, Jumaila ma'am.
Thank you, sir. Now I request next teachers to come on the stage. Aisha ma'am, Farhana ma'am, Afila ma'am, Lavanya ma'am, Sahala ma'am, Sajida ma'am, Sanida ma'am, Shamna ma'am, Shishira ma'am.
Thank you, teachers. I would like to invite our teachers to hand over the white coat students. Viji ma'am, Vinaya ma'am, Vismaya ma'am, Jumaila ma'am, Neema ma'am, Janisha ma'am, and Rahila ma'am.
താങ്ക് യു ഓൾ. ഇന്ന് നിങ്ങൾ ഈ വൈറ്റ് കോട്ട് ധരിക്കുന്നതിലൂടെ വിശ്വാസവും കരുണയും ഉത്തരവാദിത്വവും അടങ്ങിയ ഒരു മഹത്തായ തൊഴിൽ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ദ ഓത്ത് സത്യസന്ധതയോടെയും ആദരവോടെയും സമർപ്പണത്തോടു കൂടി സമൂഹത്തിൽ സേവനം ചെയ്യുമെന്നുള്ള വാഗ്ദാനമാണ് ഓത്ത് ടേക്കിംഗ് സെറിമണി കൊണ്ട് അർത്ഥമാക്കുന്നത്. I would like to invite Dr. Burley M. Baby to deliver oath. I request all students to please stand up for the oath. All of you all are required to stand erect with your right hand placed forward. And please repeat after me. I pledge to prioritize my patient, promoting health through education, prevention, care, and compassion. I acknowledge my debt of gratitude to patients from whom I will learn, I will make open communication with my patients, which empowers informed choices in line with values. I advocate for equitable, sustainable, and quality healthcare, acknowledging biases, and will hold myself accountable to society for the trust placed in me. I commit to informing, accompanying, and respecting patients' privacy and autonomy, fostering their well-being. May our class uphold these ideals with passion. I make this oath freely and upon my honor. Thank you. It's time to conclude our section. I request our Vice Principal, Mrs. Mini Mohandas, to deliver the vote of thanks. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡിഗ്നിറ്റീസ് എല്ലാം ഇവിടെ വന്നു പോയി. ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന അവരവരുടെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു. അതോടുകൂടെ തന്നെ നിങ്ങളൊരു പുതിയ പൊസിഷനിലേക്ക് മാറി ഇപ്പോൾ, അല്ലേ? എന്ത് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക്? ഒരു പുതിയൊരു ഡ്രസ്സ് കിട്ടിയ ഒരു ഫീലാണോ തോന്നുന്നത്? അല്ല. നമുക്കെന്താണ്, നമ്മൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താവണം? ഒരു വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ട് ഇട്ടുകൊണ്ടുള്ള ഒരു ജോബ് അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് നമ്മളതിൻ്റെ ആദ്യ പടിയായി ആ ഒരു വൈറ്റ് കോട്ട് നമ്മളിലേക്ക് വന്നു ചേരുകയാണ്, അല്ലേ? അപ്പോൾ വൈറ്റ് കോട്ട് വന്നു ചേരുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരികയാണ്. കറക്റ്റാണോ? അതിട്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലേ? അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പും നമുക്ക് അങ്ങനെ ആയിരിക്കണം. ഈ വൈറ്റ് കോട്ടിനോട് നമ്മൾ എന്നും പ്രാധാന്യം കൊടുക്കണം. ഈ വൈറ്റ് കോട്ട് നമ്മൾ വിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സമൂഹത്തിനോട് നമ്മുടേതായിട്ടുള്ള കർത്തവ്യങ്ങൾ ചെയ്യാൻ, അതായത് നമ്മളെന്താണ് പാരാമെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ ആ മെഡിക്കൽ രീതിയിൽ സമൂഹത്തോട് ഓരോ കാര്യത്തിലും നമ്മൾ പ്രതിബദ്ധരാണ്. അപ്പോൾ അത് നമ്മൾ സത്യസന്ധമായിട്ടും അക്യുറേറ്റായിട്ടും
കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മുടെ ഗസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള ജമീമ മാം, അതുപോലെ തന്നെ ബാലകൃഷ്ണൻ സാർ എല്ലാം പറഞ്ഞു. എന്താണ്, നമ്മൾ കുടുംബ ബന്ധങ്ങൾ നോക്കിക്കൊണ്ട് ഒരിക്കലും ഒരു ഔട്ട്പുട്ട് റിസൾട്ട് കൊടുക്കരുത്. നമ്മൾ പഠിച്ച തത്വങ്ങളിലൂടെ മാത്രമേ നമ്മൾ കൊടുക്കാവൂ, അല്ലേ? മെഡിക്കൽ ഫീൽഡാണ്. നമ്മളൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ഒരാളെ മാനസികമായി സന്തോഷിപ്പിക്കുന്നതിനോ വേണ്ടി ഉള്ളൊരു റിസൾട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. എന്താണോ അവരുടെ പ്രശ്നം എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് കൊടുത്താൽ മാത്രമാണ് ആ രോഗിക്ക്, അത് ഒപ്റ്റോമെട്രി ആയാലും MLT ആയാലും OT ആയാലും, അവർക്ക് അതിൻ്റേതായ രീതിയിൽ ചികിത്സിച്ച് അവരുടെ അസുഖം ഭേദമാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലേ? കറക്റ്റല്ലേ അവർ പറഞ്ഞത്? അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇന്നു മുതൽ നിങ്ങൾ ഈ വൈറ്റ് കോട്ടിനോട് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ വൈറ്റ് കോട്ട് നല്ല വെണ്മയോട് കൂടിയിട്ടാണ്, അല്ലേ? ഒരഴുക്കുമില്ലാണ്ട് ചുളിവുകളില്ലാണ്ട് അയൺ ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ എങ്ങനെയാണോ അതേ രീതിയിലാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പ്രൊഫഷനോടുള്ള ഡെഡിക്കേഷൻ എത്രയാണെന്ന് നിങ്ങളുടെ ഈ വൈറ്റ് കോട്ടിൻ്റെ നീറ്റ് എത്രയുണ്ടോ അതിലൂടെ നമുക്ക് അളക്കാൻ പറ്റും. നിങ്ങൾ ഈ കോട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വൈറ്റ് കോട്ട് എന്നും നിങ്ങൾ ഇതുപോലെ തന്നെ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതും അത് തന്നെയാണ്. ഈ വൈറ്റ് കോട്ടിൻ്റെ ബ്രൈറ്റ് പോലെ പ്രകാശിക്കുന്ന രീതിയിലാവട്ടെ നിങ്ങളുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്യൂച്ചർ. നിങ്ങളുടെ ഓരോ പ്രാക്ടിക്കൽസ് നിങ്ങളിനി വൈറ്റ് കോട്ട് ഇട്ട് ചെയ്യുമ്പോഴും, നമ്മൾ കോളേജിൽ കഴിയുന്നതുവരെ പഠിക്കുന്നത് നമ്മുടെ മുന്നിൽ ഒരു സ്റ്റുഡൻറ്റിനെ ഇരുത്തിക്കൊണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പബ്ലിക്കിലേക്ക് ക്യാമ്പുകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ഇറങ്ങുകയുള്ളൂ. പക്ഷേ നിങ്ങളെ തന്നെ പരസ്പരം പരീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു പേഷ്യൻ്റാണ് എന്നുള്ള ആ രീതിയിൽ കണക്കാക്കി അത്രയും ആത്മാർത്ഥതയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അത്രയും അക്യുറേറ്റായിട്ടും ആ ഒരു എന്താ പറയുക, എന്താണോ അവരിലുള്ള മിസ്റ്റേക്ക് അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് കണ്ടെത്തുന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇനിയുള്ള 3 വർഷവും അതിനങ്ങോട്ടുള്ള ഈ വൈറ്റ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ്, ജമീമ മാം പറഞ്ഞ പോലെ ലൈഫ് ലോങ്, നിങ്ങൾ ഈ ഫീൽഡിലാണ് പോകുന്നതെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉള്ളതാണ് ഈ വൈറ്റ് കോട്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ലോങ് ജേണി ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ വൈറ്റ് കോട്ടിൻ്റെ വെണ്മ പോലെ തന്നെ സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ വളരെ തെളിച്ചമേറിയതാവട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു എല്ലാ കുട്ടികൾക്കും. ഇന്നത്തെ എൻ്റെ കർത്തവ്യം ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾക്കുമെല്ലാം നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ CEO ഡോക്ടർ TK സലാഹുദ്ദീൻ സർ കുറച്ച് വൈകിയാണെങ്കിലും എത്തി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകളിലൂടെ നമ്മുടെ OT കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ അദ്ദേഹം നൽകി. OP പേഷ്യൻസിൻ്റെ തിരക്ക് അവിടെ ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ചത്. ഇനി വീണ്ടും 3 മണി മുതൽ രാത്രി 8 മണി വരെ സാർ ഇവിടെ തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു ടൈറ്റ് ഷെഡ്യൂള്, ഫുൾ ടൈം OP ഉള്ള ഒരു ഡോക്ടർ ഇനി 3 മണി മുതൽ ഇവിടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്കറിയാലോ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ തിരക്കിനിടയിലും വൈകിയ വേളയിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നതിനും നമ്മുടെ വൈറ്റ് കോട്ട് സെറിമണി ഇനോഗ്രേഷൻ ചെയ്യുന്നതിനുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള CEO ഡോക്ടർ TK സലാഹുദ്ദീൻ സാറിനെ ഞാൻ ആദ്യമായി നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടുകൂടെ തന്നെ ഡോക്ടർ അഗർവാൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻറ്റേൺഷിപ്പ് ഹെഡായിട്ടുള്ള ജമീമ മാഡം നിങ്ങൾ കണ്ടു അല്ലേ? ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ആളാണ്. അഗർവാൾസിൻ്റെ ബ്രാഞ്ചുകളിൽ ഇൻറ്റേൺഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ, അതല്ല ബാംഗ്ലൂർ അഗർവാളിലാണ് അതിൻ്റെ ബ്രാഞ്ചുകളിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ജമീമ മാമിൻ്റെ ഫീൽഡ് ഏകദേശം വരുന്നത് ചെന്നൈ ബാംഗ്ലൂർ ഏരിയകളിലാണ്. അപ്പോൾ ആ ഒരു ഏരിയകളിൽ പോകുന്നവർക്കായിരിക്കും മാഡത്തിനെ കൂടുതൽ കാണാൻ പറ്റുക. ഞങ്ങളെല്ലാവരും ജമീമ മാമിനെ കേൾക്കുക എന്നല്ലാണ്ട് ഞങ്ങൾക്കും മാമിനെ നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചത് ഇപ്പോഴാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഭാഗ്യം സിദ്ധിച്ചു. ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ 10-16 വർഷമായിട്ട് ഞാൻ കേൾക്കുന്ന പേരാണ് ജമീമ എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഈ 16ാമത്തെ വർഷത്തിലാണ് ഞാൻ മാമിനെ ഇവിടെ നേരിട്ട് കാണുന്നത്. അപ്പോൾ വളരെ തിരക്കേറിയ ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ കോൺവെക്കേഷൻ്റെ ഗസ്റ്റ് കൂടിയാണ് ജമീമ മാഡം. അത് രാവിലെ തന്നെ മാഡം എത്തി. വൈറ്റ് കോട്ട് സെറിമണിയിൽ നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി സിൻസിയറായിട്ട് ഇവിടെ വന്ന, സന്തോഷത്തോടു കൂടി വന്ന് നിങ്ങൾക്ക് വേണ്ടി അഡ്വൈസ് എല്ലാം തന്ന
ജമീമ മാമിന് സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാൻ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ MLT കുട്ടികൾക്ക് MLT കോഴ്സ് എന്താണ്, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് സംസാരിക്കുന്നതിനും MLT കുട്ടികളിൽ ഒരാൾക്ക് വൈറ്റ് കോട്ട് സെറിമണി നടത്തുന്നതുമായിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ് ലബോറട്ടറിയിൽ നിന്നും സയൻറ്റിഫിക് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ശ്രീ ബാലകൃഷ്ണൻ സാർ അവർക്കും സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലബോറട്ടറിയിൽ നിന്നും റിട്ടയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഹസൻ സാറിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന സാനിത മാമിന് നന്നായിട്ട് പരിചയം ഉണ്ടായിരിക്കും. കാരണം സാനിത മാമിൻ്റെ ഗുരുവായിരുന്നു ഹസൻ സാറ് റിട്ടയർഡ് ആയിട്ടുള്ള ആ ഒരു സമയങ്ങളിൽ നമ്മുടെ ഇവിടെ MLTയുടെ ആദ്യ ബാച്ചുകൾക്ക് തിയറി ക്ലാസ്സുകളായിട്ടും പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിട്ടും എടുക്കാനായിട്ട് വന്നിരുന്നത് ഹസൻ സാറായിരുന്നു. ഹസൻ സാറിൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ലബോറട്ടറി കാര്യങ്ങളെല്ലാം ഉണ്ട്, ആ തിരക്കുകളെല്ലാം ആയി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലൂടെ വന്നിട്ടുള്ള ഒരുപാട് പേര് പിന്നീട് നമുക്ക് സ്റ്റാഫുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറയണ്ടായി, ഇനി ഞാനിവിടെ വന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്താണോ പറഞ്ഞു കൊടുത്തത് ആ പറഞ്ഞു കൊടുത്ത രീതിയിൽ നിങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ തെൻഷാദ് സാർ മുതൽ ഇപ്പോൾ നമ്മുടെ ഇടയിലിരിക്കുന്ന സഹ്ല മാഡം, വിനയ, വിസ്മയ, ദെൻ സാനിധേന ആദ്യം തന്നെ പറഞ്ഞു, റാഹില മാമുണ്ട്, അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ജനിഷ മാമുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളുള്ളപ്പോൾ സാർ അതിനിടയിൽ കുറച്ച് വർഷങ്ങളിൽ ഇടയ്ക്ക് മാത്രം നമുക്ക് ഗസ്റ്റായിട്ട് വന്നിരുന്നു. ഇപ്പോൾ ഒരു 4 വർഷം എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു സാറ് തീരെ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരാറില്ല, ഇതുപോലെയുള്ള ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്തായാലും അത്തരം ആളുകളുടെ ഒരു സാന്നിധ്യം തന്നെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അതിനേക്കാൾ ഭാഗ്യമുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ടും പഠിക്കാനായിട്ടും പറ്റിയിട്ടുള്ള ആളുകൾ. നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ വേണമെങ്കിൽ സനിത മാം പറഞ്ഞു തരും അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്തായാലും ഹസൻ സാറിനും ഞാൻ ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്ന് ഈ വൈറ്റ് കോട്ട് സെറിമണി അതിലുപരി നമ്മുടെ സാറിനെ മറക്കാൻ പാടില്ലല്ലോ. ഇതിനെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ട് നമ്മൾ സെമിനാർ ഹാളിൽ മാത്രം ഒതുക്കി കൂടിക്കൊണ്ട് ചെയ്തിരുന്ന ഈ വൈറ്റ് കോട്ട് സെറിമണി ഇന്ന് ഇത്രയും ഭംഗിയേറിയ ഈ വേദിയിലേക്കാക്കി മാറ്റി നിങ്ങൾക്ക് നല്ലൊരു പ്രഷ്യസ് മൊമെൻ്റായിട്ട് ഗിഫ്റ്റ് ചെയ്ത് തന്ന നമ്മുടെ പ്രിൻസിപ്പൽ അൻവർ സാറിന് ഞാൻ ഈ വേദിയിൽ നന്ദി പറയുകയാണ്. പിന്നെ ഏകദേശം ഒരാഴ്ചയോളമായി നിങ്ങളുടെ വൈറ്റ് കോട്ട് സെറിമണി, ദെൻ വൈകിട്ട് നടക്കാൻ പോകുന്ന നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സിൻ്റെ കോൺവെക്കേഷൻ, ഇതുമായിട്ടെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അളഗപ്പ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ ഫീയുടെ തിരക്ക്. കാരണം നമുക്കങ്ങനെയാണ്, എന്തെങ്കിലും ഒന്നൊരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൂമറാങ്ക് പോലെ ഇടയിൽ വന്നുപെടും യൂണിവേഴ്സിറ്റിയുടെ വർക്കുകൾ. ഇനി ഇതെല്ലാം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് ബെസ്റ്റ് യുവിൻ്റെ മീറ്റിംഗ്. ഇന്ന് നമുക്ക് ടീച്ചേഴ്സിനൊന്നും ഇവിടുന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സുകുമാരൻ സാറിനെയും ശ്രീജിത്തിനെയും അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഫാക്കൽറ്റികൾക്ക് ആർക്കും ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരും പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. ബെസ്റ്റ് യുവിൻ്റെ മീറ്റിംഗ് എറണാകുളത്ത് നടക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 സ്റ്റാഫുകളെ നമ്മൾ അങ്ങോട്ട് വിട്ട് ഇന്ന് ഈ പരിപാടികളെല്ലാം ഇവിടെ ഭംഗിയാക്കി തീർക്കുന്നതിന് ഒപ്റ്റോമെട്രി HOD അശ്വതി, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ടുള്ള ജനിഷ, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഓരോ സ്റ്റാഫുകളെയും ഞാൻ എടുത്തു പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഡ്രസ് കോഡിൽ കാണുന്ന എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ ഇന്നത്തെ ഈ മൂവ്മെൻറ്റിനും ഇനി ഉച്ചയ്ക്ക് ശേഷം വരാൻ പോകുന്ന മൂവ്മെൻറ്റിനും വേണ്ടി അഹോരാത്രം തന്നെ പറയാം. കാരണം ഇന്നലെ ഓരോ ഗ്രൂപ്പിലൊക്കെ ഇടുന്ന മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അശ്വതി മിസ്സൊക്കെ രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ ഓരോന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി ഇവിടെ വരാൻ വരുന്ന കോൺവെക്കേഷൻ സാധാരണ ഈ ഒരു രീതിയിലല്ല കോൺവെക്കേഷൻ ഉണ്ടാവാറ്. സ്റ്റേജ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് 2 മണിക്ക് വരുന്നവർക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വതി മാഡം ഒരു ചാർട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഫ്ലോ ചാർട്ട് പോലെ വരച്ചിട്ടാണ് കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്നോടൊപ്പം നിന്ന് ഈ എല്ലാ പരിപാടികളും ഭംഗിയാക്കി കൊണ്ടുപോകാനായിട്ടുള്ള നമ്മുടെ ജോയൽ സാർ അവിടെ ഉണ്ട്. കാരണം മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നത് ജോയൽ സാറാണ്. ആൾ ഓഫ് യു എല്ലാ ടീച്ചേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നാഷണാന്തം. जनगण मन अधिनायक जय हे
ഭാരത ഭാഗ്യവിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭാശിഷ മാഗേ गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे കോട്ടുകൾ മടക്കി ഷാമ്പു